Hello. Progress. Okay, we'll start. ഏതാ നമ്മൾ നിങ്ങളുടെ CSAT ക്ലാസ്സസ് ഇങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, 3 ബാച്ചുകൾ ഉണ്ടാവും. ഓക്കെ, ഞാൻ ഫൈനലൈസ് ചെയ്ത് നിങ്ങളുടെ ഗ്രൂപ്പിലിടാം. നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 3 ബാച്ചുകൾ നമുക്കുണ്ടാവും CSATന്. ഒന്ന് സെപ്റ്റംബറിൽ നമ്മളൊരു ഫോർനൂൺ ബാച്ച് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, ഫോർനൂൺ ബാച്ച് എന്ന് പറഞ്ഞാൽ 2:15 to 5:30 ആയിരിക്കും. 3 മണിക്കൂറായിരിക്കും, ഇടയ്ക്കുന്നുണ്ടാവും, ബ്രേക്ക് ഉണ്ടാവും. അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് മാത്സ് ബാക്ക്ഗ്രൗണ്ടിൽ അല്ലാത്തവർക്കുള്ള ഒരു ബാച്ചാണ്. ഇപ്പോൾ കുറച്ചും കൂടി എന്തായിട്ട് പോകും, നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക, ക്ലാസ് എടുക്കുക. ഓക്കെ, അതുകൂടാതെ ഒക്ടോബറിൽ ഒരു ഈവനിങ് ബാച്ച് ഉണ്ടാവും. ഓക്കെ, ഈവനിങ് ബാച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു 5:30 to 5:15 to 8:30 ആയിരിക്കും എന്ത് ചെയ്യുക, ഒരു ഈവനിങ് ബാച്ച് ഉണ്ടാവും. എല്ലാ ദിവസവും ക്ലാസ് ഇല്ല, വൺസ് ഇൻ എ വീക്ക് 3 days ആയിരിക്കും എന്ത് ചെയ്യുക, ക്ലാസ് ഉണ്ടാവുക. അത് മാത്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ളവർക്കുള്ള ബാച്ച് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇച്ചിരി കൂടെ എന്തായിരിക്കും, എന്താ ഫാസ്റ്റ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക, പോവാം. ഒക്ടോബറിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ഒരു വീക്കെൻഡ് ബാച്ച് ഉണ്ടാവും. സാറ്റർഡേയും സൺഡേയും 2:15 to 5:30. ഓക്കെ, അത് ഹൈബ്രിഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ എല്ലാ വർഷവും കുറച്ച് കുട്ടികൾക്ക് അത് ലൈവായിട്ട് അറ്റൻഡ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഓക്കെ, അത് ഹൈബ്രിഡ് ആയിരിക്കും. ഇങ്ങനെ 3 ബാച്ചുകളാണ് എന്ത് ഉദ്ദേശിക്കുന്നത്. ഈ വർഷത്തെ PCM ബാച്ചിനും ഇനി മുമ്പത്തെ വർഷത്തെ PCM ബാച്ചിലും ഇതിൽ ഏതെങ്കിലും ഒരു ബാച്ചിന് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. എല്ലാം എന്തായിരിക്കും, ഇൻഡിപെൻഡന്റ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യാം, പോവാം. ഓക്കെ, വീക്ക് ഡേയിലുള്ള ബാച്ചുകൾ 3 classes per week ആയിരിക്കും. ഓക്കെ, നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് സാധാരണ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഏകദേശം ഒരു 120 to 140 hours എന്തിനു വേണ്ടേ, CSATന് വേണ്ടേ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ടെസ്റ്റും പ്രാക്ടീസും നമ്മുടെ ടെസ്റ്റ് സീരീസിനുള്ള സെഷൻസ് ഒക്കെ ആയിട്ട് എന്തുണ്ടാവും, പോകുന്നുണ്ടാവും. എന്താ ചുമ്മലാണോ ചുമയാണോ? അയ്യോ, ഓക്കെ. Okay, so we'll start. Okay. Okay, so today നമ്മുടെ എത്തിക്സ് ക്ലാസ്സിലെ കുറച്ച് തല ഉപയോഗിക്കേണ്ട ഒരു ക്ലാസ് ഇതാണ്. ഓക്കെ, ബാക്കി ക്ലാസ്സുകളൊക്കെ എന്താണ്, ജനറൽ ടോപ്പിക്സ് ആണ്. ഇന്നത്തെ ക്ലാസ് കുറച്ച് നമ്മൾ എന്ത് ചെയ്യണം, തല ഉപയോഗിക്കണം. ഇന്ന് നീ ഉറങ്ങിയാ? എൻ്റെ മുന്നിലായിട്ട് എനിക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഉറക്കം വന്ന ഉറങ്ങി കേട്ടോ. ഓക്കെ, ഡയമെൻഷൻസ് ഓഫ് എത്തിക്സ്. വേറെ എൻ്റെ ഉറങ്ങുന്ന താരങ്ങളൊക്കെ എന്ത് പോയോ? നമ്മുടെ സൈക്കോളജിസ്റ്റ് വന്നോ? ഇല്ല. നമ്മൾ ഉത്തരം പറയുന്ന ഒരു മാഡം ഉണ്ടായിരുന്നല്ലോ. ഉണ്ട്. ഓക്കെ, ഇന്നലെ എന്ത് പറ്റിയ ടോണിക്ക്? ഇന്നലെ ഉണ്ടായിരുന്നോ? ഓ, ഇന്നലെ എവിടെ ഇരുന്നേ? ഇന്നലെ എവിടെ ഇരുന്നല്ലേ? യെസ്, ഡയമെൻഷൻസ് ഓഫ് എത്തിക്സ്. ഓക്കെ, സോ how did we study? What is the definition of ethics? Ethics is a systematic study of morality. നമ്മൾ സിസ്റ്റമാറ്റിക് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് വേണം, തിയറീസ് വേണം. ഓക്കെ, തിയറീസും പ്രിൻസിപ്പിൾസും ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ഒരു കാര്യം സിസ്റ്റമാറ്റിക്കലി നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് തിയറീസ് ആണ് പഠിക്കുക. ഞാൻ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. എത്തിക്സ് ഒരു നോർമേറ്റീവ് സയൻസ് ആണ്, നമ്പർ 1. നമ്പർ 2 എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പഠിക്കുന്ന എന്താണ്, ചില ടൂൾസ് ആണ്. ഈ എല്ലാ തിയറീസും എപ്പോഴും ഒരേ ഡയറക്ഷനിലേക്ക് ഓറിയന്റ് ആവണമെന്ന് എന്തില്ല, നിർബന്ധമില്ല. ഫോർ എക്സാമ്പിൾ, ചിലപ്പം യൂട്ടിലിറ്റേറിയനിസം, നമ്മൾ നോർമറ്റീവ് എത്തിക്സിൽ യൂട്ടിലിറ്റേറിയനിസം പറയുന്നത് ഈ ഒരു ആക്ട് ശരിയാണെന്നാവും. എന്നാ ഇപ്പൊ ഇമാനുവൽ കാണ്ട്സ് കാറ്റഗോറിക്കൽ ഇമ്പറേറ്റീവ് പറയുന്നത് എന്താണ്, ആ ആക്ട് തെറ്റാണെന്നാണ്. നീ എങ്ങനെയാണ് ഇത്രയും പേന താഴെ കളയുന്നത്? ഒരു ദിവസം ഒരു പേന വിധം കളയുമല്ലോ. ഓക്കെ, സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് വാട്ട്, ഡയമെൻഷൻസ് ഓഫ് എത്തിക്സ്. ഓക്കെ, അപ്പൊ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വേണം എന്ത് ചെയ്യാ, ഈ ഒരു ടോപ്പിക്ക് ഡീൽ ചെയ്യാൻ. ഓക്കെ, ഇനി ഇതിനകത്ത് 4
മെയിൻ ഹെഡിങ്സ് ആണ് മെറ്റാ എത്തിക്സ്, ഡിസ്ക്രിപ്റ്റീവ് എത്തിക്സ് ഓർ കമ്പാരിറ്റീവ് എത്തിക്സ്, പ്രിസ്ക്രിപ്റ്റീവ് എത്തിക്സ് ഓർ നോർമറ്റീവ് എത്തിക്സ്, ആൻഡ് ഫൈനലി വി ഹാവ് വാട്ട് അപ്ലൈഡ് എത്തിക്സ്. ഇനി സിവിൽ സർവീസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്ത് മാത്രമേ ഇമ്പോർട്ടൻ്റ് ഉള്ളൂ? പ്രിസ്ക്രിപ്റ്റീവ് ഓർ നോർമറ്റീവ് എത്തിക്സും അപ്ലൈഡ് എത്തിക്സും മാത്രമേ എന്തുള്ളൂ ഇമ്പോർട്ടൻ്റ് ഉള്ളൂ. മെറ്റാ എത്തിക്സിന്റെ ഒരു കൺസെപ്റ്റ് മാത്രം എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വേറെ കാര്യങ്ങൾ എന്തില്ല? മെറ്റാ എത്തിക്സും ഡിസ്ക്രിപ്റ്റീവ് എത്തിക്സും നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, നമ്മുടെ മെയിൻ ഫോക്കസ് പ്രിസ്ക്രിപ്റ്റീവ് ഓർ നോർമറ്റീവ് എത്തിക്സ് ആയിരിക്കും ഈ ചാപ്റ്ററിൽ. കാരണം ലാസ്റ്റ് ചാപ്റ്റേഴ്സ് എത്തിക്സ് ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷനും probity in governance, it's all about what? Application of ethics. So here we will be primarily focusing on prescriptive or normative ethics. Okay. Now first we'll start with meta ethics. Not very important. UPSC usually ask a single type of questions from this particular topic. Tandrashan ചോദിച്ചിട്ടുണ്ട്, ഇനി എന്ത് ചെയ്യാം? ചോദിക്കാം. Okay. ഇനി മെറ്റ എന്ന് പറഞ്ഞാൽ എന്താ? മെറ്റാ ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താ? അല്ല, വെർച്വൽ ഡേറ്റ അല്ല. മെറ്റാ എത്തിക്സ് എന്ന് പറഞ്ഞാൽ അല്ല, അതായത് മെറ്റാ തിങ്കിങ്, മെറ്റാ ഡേറ്റ ഇതൊക്കെ പറഞ്ഞാൽ എന്താണ്? ഡേറ്റ സയൻസ് ആരും ഇല്ലേ? ഡേറ്റ സയൻസ്, ഡേറ്റ അനലിറ്റിക്സ് ഒക്കെ ചെയ്തവര് കാണണമല്ലോ. പുതിയൊരു ട്രെൻഡാണല്ലോ. ആരുമില്ല? സീനിയോറിറ്റി ആണോ? അല്ല. എന്തോ ബിയോണ്ട് ഡേറ്റയോ? അല്ല. ഓക്കെ, സി മെറ്റാ ഡേറ്റ എന്ന് പറഞ്ഞാൽ ഡേറ്റ അബൌട്ട് ഡേറ്റയ്ക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? മെറ്റാ ഡേറ്റ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഇതൊന്നും എഴുതിയെടുക്കണ്ട, മനസ്സിലായോ? ഇതൊന്നും എഴുതിയെടുക്കണ്ട. ഉദാഹരണത്തിന് നിങ്ങളിപ്പം ഫേസ്ബുക്കും ഗൂഗിളും ഒക്കെ യൂസ് ചെയ്യുമല്ലോ. അപ്പൊ നമ്മളെ പറ്റി ഒത്തിരി ഡേറ്റ എന്ത് ചെയ്യുന്നുണ്ട്? കളക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ ഡേറ്റ കളക്ട് ചെയ്തിട്ട് ഗുണമുണ്ടോ? ആ ഡേറ്റയുടെ മുകളിൽ എന്ത് ചെയ്യണം? നമുക്ക് സെൻസ് ഉണ്ടാക്കണം. ഓക്കെ, ആ ഡേറ്റ ഓർഗനൈസ് ചെയ്യുന്ന ഡേറ്റയ്ക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? മെറ്റാ ഡേറ്റ എന്ന് നമ്മൾ പറയാം. മെറ്റാ തിങ്കിങ് എന്താ? തിങ്കിങ് അബൌട്ട് തിങ്കിങ്ങിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മെറ്റാ തിങ്കിങ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരാളെ കണ്ടപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിന്ത വന്നു. എന്തുകൊണ്ട് ആ ചിന്ത വന്നു? മനസ്സിലായോ? തിങ്കിങ് അബൌട്ട് തിങ്കിങ്ങിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മെറ്റാ തിങ്കിങ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മെറ്റാ എത്തിക്സ് എന്തായിരിക്കും? അതായത് ഇറ്റ് ഇസ് വാട്ട് തിങ്കിങ് അബൌട്ട് എത്തിക്സ്, ഓർ ഇറ്റ്സ് അബൌട്ട് വാട്ട്? അതായത് എന്താണ് എത്തിക്സ്? അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മെറ്റാ എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എത്തിക്സ്? ഓക്കെ, അല്ലെങ്കിൽ വാട്ട് ഇസ് മൊറാലിറ്റി? മൊറാലിറ്റി എന്ന് പറയുന്നത് ഒരു സയൻസ് ഒക്കെ പോലെ ഒരു യൂണിവേഴ്സൽ കോൺസെപ്റ്റ് ആണോ, അതോ മനുഷ്യൻ ഉണ്ടാക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണോ? എത്തിക്സ് എന്ന് പറയുന്നത് ആബ്സല്യൂട്ട് ആണോ, റിലേറ്റീവ് ആണോ? എത്തിക്സ് എന്ന് പറയുന്നത് ദൈവം തന്നെയാണോ, അതോ മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയതാണോ? മനസ്സിലായോ? എന്താണ് മൊറാലിറ്റി? മനസ്സിലായോ? എന്താണ് വാല്യൂസ്? ഒരു സൊസൈറ്റി എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ മൂല്യങ്ങൾ വേണം? ഓക്കെ, ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മെറ്റാ എത്തിക്സ് എന്ന് പറയുന്നത്. അതായത് ഒരു അക്കാഡമിക് റിഗറിലൂടെ എത്തിക്സിനെ പഠിക്കുമ്പോൾ വി ആർ ഡെൽവിങ് ഇൻ ടു വാട്ട്? മെറ്റാ എത്തിക്സ്. അതായത് നമ്മളൊരു അക്കാഡമിക് സബ്ജക്റ്റ് ആയിട്ട് പഠിക്കുമ്പോൾ ഫിലോസഫിയുടെ ഉള്ളിൽ എന്ത് വരും? ഒരു സബ് ഡൊമെയിൻ ആണ് എന്ത്? മോറൽ ഫിലോസഫി. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വി സ്റ്റഡി അബൌട്ട് വാട്ട്? എത്തിക്സ്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മെറ്റാ എത്തിക്സ് എന്ന് പറയാം. അത് നമുക്ക് എന്തല്ല? ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്ക് എന്തല്ല? ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷെ അതിൽ ഒരു കൺസെപ്റ്റ് UPSC എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. ആ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, എത്തിക്സ് ആബ്സല്യൂട്ട് ആണോ, എത്തിക്സ് റിലേറ്റീവ് ആണോ? എത്തിക്സ് ആബ്സല്യൂട്ട് ആണോ, എത്തിക്സ് റിലേറ്റീവ് ആണോ? ഇനി എന്താണ് എത്തിക്സ് ആബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ? ഫോർ എക്സാമ്പിൾ, സപ്പോസ് യു ആർ എ ക്രിസ്ത്യൻ or a Muslim. Okay, now I am not going into Hinduism because Christianityക്കും ഇസ്ലാമിനും ഒരു സെൻട്രൽ ഡോഗ്മ എന്തുണ്ട്? അവിടെ ഉണ്ട്. ഡോഗ്മയല്ല, ഡോഗ്മ എന്ന വാക്കിന്റെ അർത്ഥം എന്താ എനിക്കറിയില്ല. There are certain central concepts. Okay, അപ്പം അതായത് ഇപ്പം
ബൈബിൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഖുറാനിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഖുറാൻ ഐ ബിലീവ് ഇറ്റ്സ് റിട്ടൺ സംവെയർ അറൌണ്ട് 700 AD. ഇറ്റ്സ് നോട്ട് റിട്ടൺ, ബട്ട് the information, what is there in Quran, it came around 700 AD. ആരും ഇല്ലേ? Oh my God. അല്ല, അതെനിക്ക് മനസ്സിലായി. എന്നാലും ഇത് വലിയ കോംപ്ലിക്കേറ്റഡ് ചോദ്യമൊന്നും അല്ലല്ലോ. ഒരു 700 AD അല്ലേ? പ്രോഫറ്റ് മുഹമ്മദിന്റെ കാലഘട്ടത്തിലല്ലേ? എന്റെ ദൈവമേ, കാലം പോകുന്ന പോക്കേ. Okay, and probably like the Bible was written, like the teachings of Jesus was written more than 2000 years old. ഇനി അത് ഇന്ന് മാറിയിട്ടുണ്ടോ? മനസ്സിലായി? അതിപ്പോഴും എന്താണ്? അത് തന്നെയാണ്. കാരണം ഇപ്പൊ നമ്മൾ ബൈബിളും ഖുറാനും ഒക്കെ എടുത്താൽ ഇറ്റ് ഗിവ് സർട്ടൻ വാട്ട് യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ്സ് ദാറ്റ് ട്രാൻസെൻഡ് വാട്ട് ടൈം ആൻഡ് സ്പേസ്. ഓക്കെ, ഇവിടെ എന്താണ് എത്തിക്സ് എന്ന് പറയുന്നത്? എന്താണ്? ചില യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ്സ് ആണ്. ദൈവം ഫോർ ഹ്യൂമാനിറ്റി ചില സ്റ്റാൻഡേർഡ്സ് തന്നിട്ടുണ്ട്, ആൻഡ് യു ആർ എക്സ്പെക്ടഡ് ടു അഡിയർ ടു ദാറ്റ് ത്രൂ ഔട്ട്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? എത്തിക്കൽ ആബ്സല്യൂട്ടിസം എന്ന് പറയുന്നത്. ദർ ആർ സർട്ടൻ യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസ്. Ethics does not change with time and space, and everyone is unconditionally expected to what? Obey to these principles. ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂണിവേഴ്സൽ ആബ്സല്യൂട്ടിസം എന്ന് നമ്മൾ പറയാം. ഓക്കെ, ഇതിന്റെ മറ്റേ സൈഡ് എന്താണ്? നീ ഇടയ്ക്കിരുന്ന് ഉറങ്ങുവോടാ? അത് നീ വായിക്കുവാണോ? ഓക്കെ, ഇതിന്റെ വേറെ വേർഷൻ എന്താ? എത്തിക്കൽ റിലേറ്റിവിസം. എത്തിക്കൽ റിലേറ്റിവിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ദൈവം കൊണ്ടുവന്ന സാധനമൊന്നും അല്ല. ഇതെന്താണ്? മനുഷ്യൻ ഉണ്ടാക്കിയ സാധനമാണ്. മനുഷ്യനും കൾച്ചറും സൊസൈറ്റി ഇവോൾവ് ചെയ്യുന്നതനുസരിച്ച് ശരി തെറ്റും ചെയ്തുകൊണ്ടിരിക്കും, മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ യൂണിവേഴ്സൽ കോൺസെപ്റ്റ് ഒന്നും എന്തിലില്ല? എത്തിക്സിലില്ല. ഓരോ കാലഘട്ടത്തിലും സൊസൈറ്റിക്ക് എഫക്റ്റീവായിട്ട് കോഎക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വി നീഡ് സർട്ടൻ സ്റ്റാൻഡേർഡ്സ് ഓഫ് വാട്ട് ഇസ് റൈറ്റ് ആൻഡ് what is wrong. That is situational, that can change. ചില പ്രിൻസിപ്പിൾ ഉണ്ടായിരിക്കും, അത് ഒരു ഓർഡിനറി സിറ്റുവേഷനിൽ കറക്റ്റ് ആയിരിക്കും, ഒരു എക്സ്ട്രോർഡിനറി സിറ്റുവേഷനിൽ അത് എന്തായിരിക്കും? വേറൊരു തിയറി ആയിരിക്കും അപ്ലൈ ചെയ്യുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? എത്തിക്കൽ റിലേറ്റിവിസം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ദീസ് ആർ വാട്ട് ടു തിങ്സ് ദാറ്റ് യു നീഡ് ടു സ്റ്റഡി. UPSC എന്താ ചോദ്യം ചോദിക്കുന്നത്? ഓൺ വൺ സൈഡ് there is an argument, there are certain universal ethical values or universal values. On other side, values are considered to be relative. Which view do you agree? Justify. Okay, ഇങ്ങനെ പല രീതിയിൽ തിരിച്ചും തിരിച്ചൊക്കെ എന്ത് ചെയ്യാം? UPSC ചോദ്യം ചോദിക്കാം. ഓക്കെ, അപ്പം so what is meta ethics? Meta ethics investigates the origin and meaning of ethical concepts. It studies the inherent nature, character and attitudes of morality. It focuses on analysis of the meaning of the central terms. എന്താണ് morality, എന്താണ് values, എന്താണ് ethics, used in ethical reasoning and decision making. Okay, ഇനി moral absolute, moral relatives നിങ്ങൾക്ക് ക്ലിയർ ആയോ? Is everyone clear with that? Okay, ഇനി see, ഒരു സൈഡിൽ നമുക്ക് എന്തുണ്ട്? മോറൽ ആബ്സല്യൂട്ടിസം ഉണ്ട്. മറ്റേ സൈഡിൽ എന്തുണ്ട്? മോറൽ റിലേറ്റിവിസം ഉണ്ട്. ഇത് രണ്ടും എന്തല്ല? നല്ലതല്ല. ഇത് രണ്ടും എന്തല്ല? നല്ലതല്ല. മോറൽ ആബ്സല്യൂട്ടിസത്തിന്റെ ഒരു പ്രശ്നം എന്താ? മോറൽ ആബ്സല്യൂട്ടിസം പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് പറയാണ് there are certain universal ethical principles. ഞങ്ങൾ പറയുന്ന മാത്രമാണ് എന്ത് ശരി. സൊസൈറ്റിയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്താണ്? ഈ ഒരു വിചാരമാണ്. അതായത് ഞങ്ങൾ പറയുന്നത് മാത്രമാണ് എന്ത് ശരി എന്ന് നമ്മൾ പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം ഒരു റിലീജിയസ് ഫണ്ടമെന്റലിസം വരാനുള്ള മെയിൻ റീസൺ എന്താണ്? മോറൽ ആബ്സല്യൂട്ടിസം ആണ്. ഇപ്പൊ നമുക്ക് യൂറോപ്പിലൊക്കെ ഡാർക്ക് ഏജസ് എന്ന് പറഞ്ഞ പീരീഡ് ഉണ്ട്. ഒരു പോയിന്റിൽ ചർച്ച് ഭയങ്കര എന്തായിരുന്നു? ഡോമിനന്റ് ആയിരുന്നു. ചർച്ച് പറഞ്ഞു സൂര്യൻ എർത്തിന് ചുറ്റും കറങ്ങാന്ന് പറഞ്ഞു. അത് കോപ്പർനിക്കസും ഗലീലിയും ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അവരെവിടെ കൊണ്ടിട്ടു? ജയിലിൽ കൊണ്ടിട്ടു. മനസ്സിലായോ? അതായത് വേറെ വ്യൂസ് ഒന്നും എന്തിലായിരുന്നു?
അക്സെപ്റ്റബിൾ അല്ലായിരുന്നു. അത് എന്തിലേക്ക് നയിക്കും? ഒരു അതോറിറ്റേറിയൻ റെജീമിലേക്ക് എന്ത് ചെയ്യും? നയിക്കും. ഓക്കെ, പ്രോഗ്രസ് ഉണ്ടാവത്തില്ല, സോഷ്യൽ ചേഞ്ച് ഉണ്ടാവത്തില്ല. അതാണ് ഒരു എക്സ്ട്രീം. ഓക്കെ, ഇനി ഇതേ അതോറിറ്റേറിയൻ റെജീം എവിടെ ഉണ്ടാവാം? മോറൽ റിലേറ്റിവിസത്തിൽ ഉണ്ടാവാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് ഒരു സൊസൈറ്റിയിൽ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾസും ഇല്ല. എല്ലാവർക്കും തോന്നിയ പോലെ എന്ത് ചെയ്യാം? സ്റ്റാൻഡേർഡ്സ് ഓഫ് റൈറ്റ് ആൻഡ് റോങ് കൊണ്ടുവരാം. അങ്ങനെയും സൊസൈറ്റി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പം നാസി ജർമ്മനി എടുക്കാം. നാസി ജർമ്മനിയിൽ ചില ആബ്സലൂട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് റൈറ്റ് ആൻഡ് റോങ് ഉണ്ടെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അവിടെ ആന്റി സെമിറ്റിസം വളരുമോ? ഇല്ല, വേറെ ദൂഷ്യങ്ങളുണ്ടാവും. പക്ഷെ ആ കാലഘട്ടത്തിൽ ആന്റി സെമിറ്റിസം എന്ന കോൺസെപ്റ്റ് വന്നു. അത് ശരിയാന്ന് എന്ത് ചെയ്തു? പവർ ഉള്ളവർ എന്ത് ചെയ്തു? എസ്റ്റാബ്ലിഷ് ചെയ്തെടുത്തു. അങ്ങനെയാണ് എന്ത് ചെയ്തത്? നാസി ജർമ്മനി ഉണ്ടായത്. ഓക്കെ, അപ്പം രണ്ട് വ്യൂ എന്തല്ല? മോറൽ ആബ്സലൂട്ടിസം ഫുൾ ഫോളോ ചെയ്താലും ശരിയാവത്തില്ല, മോറൽ റിലേറ്റിവിസം ഫുൾ ഫോളോ ചെയ്താലും എന്ത് ചെയ്യത്തില്ല? ശരിയാവത്തില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എടുക്കേണ്ട ഒരു വ്യൂ എന്താണ്? അതായത് ചില കാര്യങ്ങളിൽ നമുക്ക് എന്ത് വേണം? ചില ആബ്സലൂട്ട് പ്രിൻസിപ്പിൾസ് വേണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ കില്ലിംഗ്, സ്റ്റീലിംഗ്, ഇതൊന്നും ഒരു കാലം, അല്ലെങ്കിൽ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, ജെൻഡർ ഇൻഇക്വാളിറ്റി, ഇതൊന്നും ഒരു കാലത്തും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷേ പെർട്ടിക്കുലർലി ദോസ് ആസ്പെക്ട്സ് വെൻ ഇറ്റ് കംസ് ടു വാട്ട് ദ വേസ് ഓഫ് ലിവിങ്, നമ്മൾ ഫോളോ ചെയ്യുന്ന റിലീജിയൻ, ഫുഡ്, കൾച്ചർ, ട്രഡീഷൻ, ആ കേസിലൊക്കെ നമുക്ക് എന്ത് എൻകറേജ് ചെയ്യാം? മോറൽ റിലേറ്റിവിസം എൻകറേജ് ചെയ്യാം. ക്ലിയർ ആയോ? അതായത് ചില certain things are what? Absolutely no. ഓക്കെ, അപ്പൊ ഒരു സൊസൈറ്റിയിൽ എന്ത് വേണം? ചില ആബ്സലൂട്ടിസ്റ്റ് പ്രിൻസിപ്പിൾ വേണം. എന്നാൽ ചില കാര്യങ്ങൾ എന്തായിരിക്കണം? റിലേറ്റീവ് ആയിരിക്കണം. എന്നാൽ മാത്രമേ സൊസൈറ്റി എന്ത് ചെയ്യത്തുള്ളൂ? പ്രോഗ്രസ് ആവത്തുള്ളൂ. ഇനി അങ്ങനെ ആബ്സലൂട്ട് പ്രിൻസിപ്പിൾസ് നമ്മൾ കൊണ്ടുവരുവാന്നിരിക്കട്ടെ, ആബ്സലൂട്ട് പ്രിൻസിപ്പിൾസ് കൊണ്ടുവരാന്നിരിക്കട്ടെ, ആരായിരിക്കണം ഈ ആബ്സലൂട്ടിസ്റ്റ് പ്രിൻസിപ്പിൾ കൊണ്ടുവരണ്ടേ? അതായത് ഒന്നില്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റീനെ റെപ്രസെന്റ് ചെയ്യുന്നവര്, അല്ലെങ്കിൽ മൾട്ടി സ്റ്റേക്ക് ഹോൾഡർ ഡിസ്കഷന്റെ ഭാഗമായിട്ട് വേണം എന്ത് ചെയ്യുക? ഈ ആബ്സലൂട്ടിസ്റ്റ് പ്രിൻസിപ്പിൾ വരെ. അതായത് ഒരു റിലീജിയനോ ഒരു കമ്മ്യൂണിറ്റി അല്ല എന്ത് ചെയ്യുന്നത്? ഈ പ്രിൻസിപ്പിൾസ് കൊണ്ടുവരേണ്ടത്. ഇതൊരു മൾട്ടിപ്പിൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ചേർന്ന് ചില യൂണിവേഴ്സൽ വാല്യൂസിന്റെ അടിസ്ഥാനത്തിൽ വേണം എന്ത് ചെയ്യാ? ഈ ആബ്സലൂട്ട് പ്രിൻസിപ്പിൾസ് വരെ. എന്തിന്റെ അടിസ്ഥാനത്തിലാ? യൂണിവേഴ്സൽ വാല്യൂസ്. ഓക്കെ, അപ്പൊ ഒരു സൊസൈറ്റിയിൽ എന്ത് വേണം? വി നീഡ് ടു ഹാവ് എ മിഡിൽ പാത്ത്. എല്ലാത്തിനും ഒരു ആബ്സലൂട്ടിസ്റ്റ് പ്രിൻസിപ്പിൾ അല്ല, നമുക്ക് ചില certain absolute principles വേണം. പക്ഷേ when it comes to ways of living, how people live, അവിടെ എന്ത് വേണം? മോറൽ റിലേറ്റിവിസം എന്ത് ചെയ്യണം? പെർമിറ്റ് ചെയ്യണം. ഓക്കെ, ഇനി ആബ്സലൂട്ടിസ്റ്റ് പ്രിൻസിപ്പിൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്ന? ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ യൂണിവേഴ്സൽ വാല്യൂസ് വിച്ച് ഇസ് എൻ ഔട്ട്കം ഓഫ് മൾട്ടി സ്റ്റേക്ക് ഹോൾഡർ ഡിസ്കഷൻ. ഇനി എന്താ യൂണിവേഴ്സൽ വാല്യൂസ് എന്ന് പറഞ്ഞാൽ? എന്റെ പേരെന്താ? അൽജോ. നീ പറഞ്ഞായിരുന്നു എൻ്റെ പേര്, മറന്നുപോയി. അപ്പം അൽജോ. ഇന്ന് അൽജോ താഴേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഒരു ബംഗാളിയും മലയാളിയും തമ്മിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അൽജോ എന്ത് ചെയ്തു? അൽജോയ്ക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ആ സിറ്റുവേഷൻ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ഓപ്ഷൻ എന്താണ്? അൺകണ്ടീഷണലി ആരെ സപ്പോർട്ട് ചെയ്യുക? മലയാളീനെ സപ്പോർട്ട് ചെയ്യുക. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? രണ്ടുപേരെയും പിടിച്ചു മാറ്റിയിട്ട് എന്താ രണ്ടുപേരോട് അന്വേഷിക്കുക എന്താ സംഭവം എന്നുള്ളത്, ആരുടെ ഭാഗത്താണോ ശരി അവരെ എന്ത് ചെയ്യുക? സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, എവിടെയാണ് യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസിന്റെ അടിസ്ഥാനത്തിൽ അൽജോ ബിഹേവ് ചെയ്യുന്നത്? രണ്ടാമത്തെ കേസാണ്. കാരണം ഫെയർനെസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു യൂണിവേഴ്സൽ വാല്യൂ ആണ്. എന്താ യൂണിവേഴ്സൽ വാല്യൂ എന്ന് പറഞ്ഞാല്? those values that is applicable to you by the very fact that you are a human being, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂണിവേഴ്സൽ വാല്യൂസ് എന്ന് പറഞ്ഞ. പക്ഷെ ബാക്കിയൊക്കെ എന്താണ്? പരോക്കിയൽ വാല്യൂസ് ആണ്. റേസ്, കൾച്ചർ, ജെൻഡർ, സെക്സ്, റിലീജിയൻ, ഫുഡ് ഹാബിറ്റ്സ്, കമ്മ്യൂണിറ്റി, ജോഗ്രഫി, ഇതൊക്കെ എന്താണ്? പരോക്കിയൽ വാല്യൂസ് ആണ്. നമ്മുടെ ഐഡന്റിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള എന്താണ്? വാല്യൂസ് ആണ്. ഓക്കെ, അപ്പം ഒരു സൊസൈറ്റി നന്നായിട്ട് പോകണമെങ്കിൽ ചില ഏരിയാസിൽ നമുക്ക് എന്ത് വേണം? യൂണിവേഴ്സൽ വാല്യൂസ് വേണം. അല്ലെങ്കിൽ ഒരു മോറൽ കോമ്പസ് ഇല്ലെങ്കിൽ ഒരു സൊസൈറ്റി എന്ത് ചെയ്യും? ഡീഗ്രേഡ് ചെയ്യും. ഓക്കെ, ചില കാര്യങ്ങൾ എന്താണ്? നോ ആണ്. പക്ഷെ ആ നോ ആരായിരിക്കണം ഡിസൈഡ് ചെയ്യുക? ഒരു സൊസൈറ്റി കളക്റ്റീവ്ലി ഇരുന്ന് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഇൻവോൾവ് ചെയ്ത്, അല്ലെങ്കിൽ അതോറിറ്റി എന്ത് ചെയ്യണം?
അത് യൂണിവേഴ്സൽ വാല്യൂസിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം, അത് എഗ്രി ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പരോക്കിയൽ വാല്യൂസ് ഉണ്ടോ? നമ്മൾ പ്രിയാമ്പിൾ എടുത്തു നോക്കിയാൽ എന്തുണ്ട്? ജസ്റ്റിസ്, ഇക്വാളിറ്റി, മനസ്സിലായി, ഇതൊക്കെ എന്താണ്? യൂണിവേഴ്സൽ വാല്യൂസ് ആണ്. എന്നാൽ the way we live, how we dress, what we eat, what we believe, who we should marry, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ്? നമുക്ക് എന്ത് വേണം? റിലേറ്റീവ് വാല്യൂസ് വേണം. അത് ആൾക്കാർ ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്തോട്ടെ, ചെയ്തോട്ടെ. ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ. ഇനി so we'll just go through it. Moral absolutism and moral relativism. Moral absolutism എന്താണ്? Fixed ethical code to measure actions and easy to follow. Universal and equal view of ethics. Okay, ഒരു ഉദാഹരണം പറഞ്ഞാൽ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? സർട്ടൻ ആബ്സലൂട്ടിസ്റ്റ് പ്രിൻസിപ്പിൾ ആണ്. അവോയ്ഡ്സ് സ്ലിപ്പറി സ്ലോപ്പ്. എന്താ അവോയ്ഡ് ചെയ്യും? സ്ലിപ്പറി സ്ലോപ്പ്. ഇനി എന്താ സ്ലിപ്പറി സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ? സ്ലിപ്പറി സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ, സി, നമ്മളൊരു കാര്യം പെർമിറ്റ് ചെയ്തു. ഓക്കെ, നമ്മൾ പെർമിറ്റ് ചെയ്ത് എന്തായിരിക്കും? ഒരു നല്ല ഉദ്ദേശത്തിലായിരിക്കും എന്ത് ചെയ്യുക, ഒരു കാര്യം പെർമിറ്റ് ചെയ്തത്. പക്ഷേ അത് റോൾ ചെയ്ത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഒരു കാര്യമായിട്ട് എന്ത് ചെയ്യും? മാറും. അതിനാണ് നമ്മൾ എന്താ പറയുന്നത്? സ്ലിപ്പറി സ്ലോപ്പ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, സി, ആസ് എ ഹ്യൂമൻ ബീങ്, ഈച്ച് ഓഫ് us have the right to live a life of dignity. Okay, at certain point, if we are not able to live a life of dignity, we should be able to what? Choose not to live. Okay, we should be given the right to what? Die. Okay, ഇത് കേൾക്കുമ്പോൾ എന്താണ്? കുഴപ്പമില്ലാത്തൊരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, പക്ഷേ ഇതിനാണ് നമ്മൾ എന്താ പറയുന്നത്? മേഴ്സി കില്ലിംഗ് അല്ലെങ്കിൽ ഇത്തനേഷ്യ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ അത് എന്തല്ല? ലീഗലി പെർമിറ്റഡ് അല്ല. ഇനി ഇത് നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും? ദാറ്റ് ആസ് എ ഇൻഡിവിജ്വൽ he need to have the right to choose to live എന്നൊരു കോൺസെപ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? അലൗ ചെയ്യാം. അത് നമ്മൾ അലൗ ചെയ്തു. പക്ഷെ ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഇത് എന്ത് സംഭവിക്കാം? ആൾക്കാരെ മേർഡർ ചെയ്യാനോ സ്വത്ത് തട്ടിയെടുക്കാനോ ഇതിനൊക്കെ ഉള്ള സാധ്യത എന്തുണ്ട്? ഇപ്പൊ നമ്മളിത് പെർമിറ്റ് ചെയ്ത, മനസ്സിലായി? ഈ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ എന്താ പറയുന്നത്? സ്ലിപ്പറി സ്ലോപ്പ് എന്ന് പറയാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇപ്പം ചില റിലീജിയനുകൾ ആർഗ്യൂ ചെയ്യുന്നതാണ് എന്ന് വെച്ചാൽ, for example, when it comes to Christianity and Islam, okay, abortion is no way permitted. Okay, അതായത് ചില ക്ലോസ് എന്താണ്ട് അമ്മയുടെ ലൈഫ് ഡേഞ്ചറിലാണ്, എങ്ങനെ മാത്രമേ ഉള്ളൂ. അതർവൈസ് there is no condition in which what? Abortion is permitted. അതിൻ്റെ ഒരു ആർഗ്യുമെന്റ് എന്താണ്? അതായത് കണ്ടീഷൻസ് പറഞ്ഞാൽ ആൾക്കാർ അതിനെ എങ്ങനെയൊക്കെ വേണമെങ്കിലും എന്ത് ചെയ്യാം? കൊണ്ടുപോവാം. മനസ്സിലായോ? when people are given the power to choose, they might actually what? Misuse it. Okay, ഈ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ എന്താ പറയുന്നത്? സ്ലിപ്പറി സ്ലോപ്പ് എന്ന് പറയാം. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഗവൺമെന്റ് നമ്മുടെ നമ്മൾ ഒരു ടെററിസം ഫിയർ കാരണം നമ്മുടെ ഡേറ്റ കളക്ട് ചെയ്തോട്ടെ എന്ന് നമ്മൾ വെച്ചു എന്നിരിക്കട്ടെ. ആ ഒരു പെർട്ടിക്കുലർ ത്രെറ്റ് കഴിഞ്ഞാൽ വാട്ട് മൈറ്റ് ഹാപ്പൻ? ഇറ്റ് മൈറ്റ് ആക്ച്വലി ലീഡ് ടു വാട്ട്? എ പോലീസ് സ്റ്റേറ്റ്. ഓക്കെ, ഗവൺമെന്റ് നമ്മുടെ എല്ലാ ഡേറ്റാസും കളക്ട് ചെയ്തിട്ട് ചിലപ്പോൾ ഒരു പോലീസ് സ്റ്റേറ്റിലേക്ക് പോകാൻ എന്തുണ്ട്? പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പം നമ്മളൊരു ട്രെൻഡ് ആദ്യം തുടങ്ങുമ്പോൾ അത് നെഗറ്റീവ് ആവണമെന്ന് എന്തില്ല? നിർബന്ധമില്ല. പക്ഷെ അത് റോൾ ഓൺ ചെയ്ത് അത് എങ്ങോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്? ഒരു നെഗറ്റീവ് ട്രെൻഡ് തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. അതിനാണ് നമ്മൾ എന്താ പറയുന്നത്? സ്ലിപ്പറി സ്ലോപ്പ് എന്ന് നമ്മൾ പറയാം. ഓക്കെ, മോറൽ ആബ്സലൂട്ടിസിന്റെ ഒരു പ്രത്യേകത എന്താണ്? ചില കാര്യങ്ങൾ നോയാണെങ്കിൽ നോയാണ്, അവിടെ എന്തില്ല? എക്സെപ്ഷൻസ് ഇല്ല. അതൊരു സ്ലിപ്പറി സ്ലോപ്പ് ഉണ്ടാവാനുള്ള സാധ്യത എന്താണ്? കുറവാണ്. ഓക്കെ, the slippery slope argument views decisions not on their own but as a potential beginning of a trend. In general form, this argument says that if we allow something relatively harmless today, we may start a trend that may result in something currently unthinkable becoming accepted. The slippery slope argument is used in discussing euthanasia and similar topics. For example, people worry that if voluntary euthanasia were to be made legal, it would not be long before involuntary euthanasia would start to happen. Okay. Okay, so clear with this? Okay. പിന്നെ എന്താണ്? മോറൽ ആബ്സലൂട്ടിസ്റ്റിനകത്ത് നമുക്ക് ബുദ്ധി ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ചില യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്, അത് എന്ത് ചെയ്താൽ മാത്രം മതി? ഫോളോ ചെയ്താൽ മതി. സോ ഇറ്റ്സ് വെരി ഈസി ടു വാട്ട്? ഫോളോ. ഓക്കെ, ഇനി ഇതിന്റെ മോറൽ സ്റ്റാൻഡേർഡ്സ് ഡിസഡ്വാൻറ്റേജ് എന്നാ? difficult to agree on
മോറൽ സ്റ്റാൻഡേർഡ്സ്. ആരാണ് ഈ മോറൽ സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവരിക? ഓക്കെ, നെക്സ്റ്റ് വൺ എന്താ? കൺട്രോൾ ബൈ ദോസ് ഹു സെറ്റ് മോറൽ സ്റ്റാൻഡേർഡ്സ്. ഞാൻ ഡിസ്കസ് ചെയ്തു. ഡസന്റ് അലൗ ഫോർ ലെസ്സർ ഈവിൾ. ഡസന്റ് അലൗ ഫോർ വാട്ട്? ലെസ്സർ ഈവിൾ. എന്താ ലെസ്സർ ഈവിൾ എന്ന് പറഞ്ഞാൽ? ചിലപ്പോൾ ഒരു മോറൽ ആബ്സല്യൂട്ട് പ്രിൻസിപ്പിൾ ആയിരിക്കും എന്ത് ചെയ്യുക? കൊല്ലരുത് എന്നത്. മനസ്സിലായി? യു ഷുഡ് നോട്ട് കിൽ. ദാറ്റ് ഇസ് വാട്ട്? ആൻ ആബ്സല്യൂട്ട് പ്രിൻസിപ്പിൾ. ഇനി അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇൻഗ്ലോറിയസ് ബാസ്റ്റേഴ്സ് എന്നൊരു സിനിമ ഉണ്ടോ? ആരെങ്കിലും ഒരാളെങ്കിലും കണ്ടിട്ടുണ്ടോ? എനിക്കൊന്ന് എങ്ങനെയാണ് തലമുറ പോകുന്നതെന്ന് അറിയാൻ. ഒരാൾ കണ്ടിട്ടുണ്ടോ? ഓക്കെ. ഇൻഗ്ലോറിയസ് ബാസ്റ്റേഴ്സ് ഇല്ല, കണ്ടിട്ടില്ല. ഓക്കെ, സോ ദർ ഇസ് എൻ ഓപ്പണിംഗ് സീൻ ഇൻ ദാറ്റ് പെർട്ടിക്കുലർ മൂവി. ഓപ്പണിംഗ് സീൻ എങ്ങനെയാന്ന് വെച്ചാൽ, ജർമ്മനി ഫ്രാൻസിനെ എന്ത് ചെയ്തു? കീഴടക്കി. ഫ്രാൻസിനെ കീഴടക്കി കഴിയുമ്പോൾ അവർ ഓബ്വിയസ്ലി അവിടെ എന്ത് തുടങ്ങും? ആന്റി സെമിറ്റിസം തുടങ്ങും. അപ്പൊ ഒരു സർക്കുലർ ഇറക്കി, ആരും ജ്യൂസിനെ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പാടില്ല. അപ്പൊ ഇത് സംഭവം നടക്കുന്ന ഒരു ഫാം ഹൗസിലാണ്. ഫാം ഹൗസിൽ ഒരു അപ്പനും അപ്പന്റെ കുറെ പെമ്മക്കളും ഉണ്ട്. അപ്പൊ ഒരു ദിവസം എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, ഒരു ഗ്രൂപ്പ് ഓഫ് ജർമ്മൻ ഒഫീഷ്യൽസ് എന്ത് ചെയ്യും? ഈ ഫാം ഹൗസിൽ വരും. ഫാം ഹൗസിൽ വന്നിട്ട് ചോദിക്കും, നിങ്ങൾ ജ്യൂസിനെ വല്ലതും ഹൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കും. ഓക്കെ, അപ്പം ഈ അച്ഛൻ പറയും, ഞങ്ങൾ ജ്യൂസിനെ ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഹൈഡ് ചെയ്യുന്നില്ലെന്ന് പറയും. ഓക്കെ, ആക്ച്വലി അവരുടെ ആറ്റിക് എന്ന് പറഞ്ഞാൽ അവരുടെ തറയുടെ അടിയിൽ, ഓക്കെ, അണ്ടർഗ്രൗണ്ട്, അവിടെ അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ജൂയിഷ് ഫാമിലിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഹൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ പുള്ളിക്കാരൻ ഒന്നും കൂടെ ചോദിക്കും, നിങ്ങൾ സത്യം ആൾക്കാർ ഹൈഡ് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫാമിലി ഞങ്ങൾ എന്ത് ചെയ്യാൻ വെറുതെ വിടാം. പക്ഷെ നിങ്ങൾ കള്ളം പറഞ്ഞിട്ട് ഞങ്ങൾ കണ്ടുപിടിച്ചാൽ യു വിൽ ഓൾസോ ബി വാട്ട്? ഹെൽഡ് അക്കൗണ്ടബിൾ. ഈ ഒരു സിറ്റുവേഷനിൽ പുള്ളിക്കാരൻ സത്യം പറയണോ കള്ളം പറയണോ? ഓക്കെ, അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഇപ്പൊ സംഭവം എങ്ങനെയാന്ന് വെച്ചാൽ, ഒരു ഈവിൾ എന്താണ് അവിടെ? കള്ളം പറയുക എന്നതാണ് എന്ത്? ഒരു ഈവിൾ. കള്ളം പറയുന്നത് എന്താണ്? ഒരു തെറ്റാണ്. പക്ഷെ മറ്റേ ഈവിൾ എന്താണ്? സത്യം പറഞ്ഞാൽ ഈ ജൂയിഷ് ഫാമിലി, അവരുടെ ഒരു ക്ലോസ് ഫ്രണ്ട്സ് എല്ലാവരും ഇവരെന്ത് ചെയ്യും? പിടിച്ചുകൊണ്ട് പോകും. അപ്പൊ അവരെ രക്ഷിക്കുക എന്നതാണ് എന്ത് ചെയ്യുന്നത്? നോക്കുന്നത്. അപ്പൊ ഇവിടെ കള്ളം പറയരുത് എന്ന കാര്യത്തിന്റെ മുകളിൽ കുറെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ആക്ച്വലി നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ലെസ്സർ ഈവിൾ സെലക്ട് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇവിടെ എടുക്കേണ്ടത്. അതിനെ നമ്മൾ എന്ത് പറയുന്നത്? ഡസന്റ് അലൗ ഫോർ ലെസ്സർ ഈവിൾ എന്ന് നമ്മൾ പറയാം. ഓക്കെ, ജപ്പാൻ ബോംബ് ചെയ്ത് ഞാൻ പിന്നെ പറയാം. ഓക്കെ, ഇനി മേ ഇംപീഡ് ഗ്രോത്ത് ആൻഡ് പ്രോഗ്രസ്. ഓക്കെ, സി വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ താലിബാൻ. ഓക്കെ, അവിടെ ഒരു മോറൽ ആബ്സല്യൂട്ടിസ്റ്റ് പ്രിൻസിപ്പിൾ ആണ്. താലിബാൻ അത് സെറ്റ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യത്തുള്ളൂ? കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഓക്കെ, moral relativism encourages cultural diversity, tolerance, cater to the special needs and changing circumstances, prohibits a dominant culture. പ്രശ്നം എന്താണ്? Existence of different beliefs doesn't mean that they are all equal. There are certain obvious moral wrongs. എന്തൊക്കെയാണ്? സ്ലേവറി, അപ്പാർത്തൈഡ്, ആന്റി സെമിറ്റിസം. സൗത്ത് ആഫ്രിക്കയിൽ മുഴുവൻ പറയാണ് ഞങ്ങൾ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ചെയ്യുന്നു പറഞ്ഞാൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, ഇറ്റ് ക്യാൻ ഓൾസോ പ്രൊമോട്ട് വാട്ട്? അതോറിറ്റേറിയനിസം. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? ഒരു മിഡിൽ ഗ്രൗണ്ട് വേണ്ട. ബാലൻസ് റിലേറ്റിവിസം ആൻഡ് യൂണിവേഴ്സലിസം. Certain practices such as customs regarding dress and decency may depend on local customs, where other practices such as slavery, torture, or political repression may be governed by universal moral standards and judged despite many other differences that exist among cultures. Universal standards should be decided on the basis of universal values arrived through multi-stakeholder participation. ഉദാഹരണത്തിന് എന്താണ്? യുണൈറ്റഡ് നേഷൻസ് ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അല്ലെങ്കിൽ പല ഇന്റർനാഷണൽ എഗ്രിമെന്റ്സും. ഓക്കെ, സോ ദാറ്റ് ഇസ് റിഗാർഡിംഗ് വാട്ട്? മോറൽ ആബ്സല്യൂട്ടിസം ആൻഡ് മോറൽ റിലേറ്റിവിസം. ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം എന്ത് ചെയ്യത്തുള്ളൂ? ഈ ഒരു മേഖലയിൽ നിന്ന് വരത്തുള്ളൂ. ഓക്കെ, ഇനി ഡിസ്ക്രിപ്റ്റീവ് എത്തിക്സ് എന്ത് ചെയ്യാം? ഞാൻ നോർമേറ്റീവ് എത്തിക്സ് പഠിച്ചിട്ട് ഡിസ്ക്രിപ്റ്റീവ് എത്തിക്സ് എന്ത് ചെയ്യാം? പഠിപ്പിക്കാം. ഇനി നമ്മൾ പോകുന്ന എന്താണ്? We'll go into what? Prescriptive or normative ethics. Okay. Prescriptive or normative ethics. എന്താ പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്?
ഡോക്ടർ നമുക്കൊരു പ്രിസ്ക്രിപ്ഷൻ തരിക എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഈ മരുന്നുകളൊക്കെ കഴിക്കുക. ഓക്കെ. നോർമേറ്റീവ് കംസ് ഫ്രം വാട്ട്? നോംസ്. നോംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചില കാര്യങ്ങൾ, ചില പ്രിൻസിപ്പിൾസ്. സി, നോർമേറ്റീവ് എത്തിക്സ് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു നോം തരും, അല്ലെങ്കിൽ ഒരു പ്രിസ്ക്രിപ്ഷൻ തരും. ഓക്കെ. ആ പ്രിസ്ക്രിപ്ഷനുമായിട്ട് ഒരു റിയൽ ലൈഫ് കാര്യം എന്ത് ചെയ്യുക? കമ്പയർ ചെയ്യുക. എന്നിട്ട് അത് ആ പ്രിസ്ക്രിപ്ഷൻ പറയുന്ന എത്തിക്കൽ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സിറ്റുവേഷൻ എത്തിക്കലും, എന്നാൽ പ്രിസ്ക്രിപ്ഷൻ പറയുന്ന എത്തിക്കൽ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുന്നില്ലെങ്കിൽ അത് എന്തുമാണ്? അൺഎത്തിക്കലുമാണ്. അതുകൊണ്ട് അതിനെ എന്തെന്ന് പറയുന്നത്? പ്രിസ്ക്രിപ്റ്റീവ് എത്തിക്സ് അല്ലെങ്കിൽ നോർമറ്റീവ് എത്തിക്സ്. ഓക്കെ. ഒരു ഉദാഹരണം പറഞ്ഞ യൂട്ടിലിറ്റേറിയനിസം എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രിസ്ക്രിപ്റ്റീവ് എത്തിക്സ് ആണ്. That action that leads to greatest good for greatest number of people can be considered to be what? Ethical. ഇപ്പൊ നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ എന്താണ്? ഒരു ആക്ഷൻ ശരിയാവണമെങ്കിൽ that should lead to what? Greatest happiness for greatest number of people. ഇപ്പൊ നമ്മുടെ ട്രോളി പ്രോബ്ലം എടുക്കുക. ഞാൻ ലിവർ വലിച്ചാൽ എനിക്ക് 5 പേരെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? രക്ഷിക്കാൻ വേണ്ടി പറ്റും. ആ സിറ്റുവേഷൻ ഞാൻ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? യൂട്ടിലിറ്റേറിയനിസം എന്ന പ്രിസ്ക്രിപ്ഷനുമായിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഞാൻ കമ്പയർ ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ഡിസൈഡ് ചെയ്യാണ്, ഞാൻ ലിവർ വലിച്ചാൽ 5 പേരെ രക്ഷിച്ച ഇറ്റ് ലീഡ്സ് ടു ഹാപ്പിനെസ് ഫോർ 5 പീപ്പിൾ. ഇതിനാണ് നമ്മൾ എന്താ പറയുന്നത്? പ്രിസ്ക്രിപ്റ്റീവ് എത്തിക്സ് എന്ന് പറയുന്നത്. അതൊരു പ്രിൻസിപ്പിൾ ഉണ്ടാവും. ആ പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിൽ വി ഡിസൈഡ് വാട്ട് ഇസ് റൈറ്റ് ആൻഡ് വാട്ട് ഇസ് റോങ്. ഓക്കെ. അപ്പൊ അങ്ങനെ കുറെ തിയറീസ് ആണ് എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ. സോ നോർമറ്റീവ് എത്തിക്സ് സീക്സ് ടു സെറ്റ് സ്റ്റാൻഡേർഡ്സ്, seeks to set norms or standards for conduct. The term is commonly used in reference to the discussion of general theories about what one ought to do. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? Okay. It focuses on what? Agent and action. Okay. Normative ethics കുറെ ഉണ്ട്. Virtue ethics ഉണ്ട്. Consequential or teleological moral reasoning. Categorical or deontological moral reasoning. Ethics as fairness, contractarian school, ethics of care. ഇത്രയും തിയറീസ് ഉള്ളു. ഇത് കൂടാതെ കുറെ തിയറീസും കൂടെ ഉണ്ട്. എല്ലാം ഒന്നും നമുക്ക് എന്ത് ചെയ്യണ്ട? വേണ്ട. ഓക്കെ. എന്ത് ടൈപ്പ് ഓഫ് ചോദ്യങ്ങളാണ് വരുന്നത്? ചിലപ്പോൾ 2 തിയറീസ് കമ്പയർ ചെയ്ത് എന്ത് ചെയ്യാം? ചോദ്യം വരാം. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? ചോദ്യം വരാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ കോൺസെപ്റ്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ത്രൂ ഔട്ട് നമ്മൾ കേസ് സ്റ്റഡീസിലൊക്കെ ഒത്തിരി എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനൊരു ഇൻറ്റ്യൂട്ടീവ് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾ എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്യണം. ഓക്കെ. ഇനി വിൽ സ്റ്റാർട്ട് വിത്ത് വാട്ട്? വെർച്വു എത്തിക്സ്. കളർ കൊടുക്കാം. ഏത് കളർ കൊടുക്കണം? നമുക്ക് ഷിനാസ്കയുടെ കുറെ പ്രിയപ്പെട്ട കളറുകൾ എടുക്കാം. ഇതല്ലേ ഷിനാസ്ക യൂസ് ചെയ്യുന്ന കളർ? അല്ല, വൈറ്റ് ആയോ? വൈറ്റിനകത്ത് റെഡോ? ഇതൊരു കളർ ആയിക്കോട്ടെ. ഓക്കെ. ഇതാരാ? ഇതാണ് ഏജന്റ്. ദിസ് ഇസ് വാട്ട്? ഏജന്റ്. ഓക്കെ. ഏജന്റ് എന്ത് ചെയ്തു? ഇഷ്ടപ്പെട്ടില്ല? നമുക്കൊരു ചെവിയും മുകളിൽ വയ്ക്കാം. ഓക്കെ. തിരിച്ചോ? ഓക്കെ. So we have the agent. Okay. So agent is what? He is involved in an action. And the action leads to what? Correct. Now consequence correct ആണ്. അതിനൊരു നമുക്ക് എന്ത് ചെയ്യാം? ഔട്ട്കം എന്ന് കൊടുക്കാം. Okay. Consequence is a better word. ചെറുതായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഔട്ട്കം കൊടുക്കാം. So this is the normal sequence. Agent ഉണ്ട്, action ഉണ്ട്, ഔട്ട്കം ഉണ്ട്. ഓക്കെ. ഫസ്റ്റ് സാർ ഒന്നും കേൾക്കുന്നില്ല.
ഞാനൊന്നും പറയുന്നില്ല. ഞാനേ ബാറ്ററി മാറ്റാൻ പോയതാ. ഓക്കെ. So we have what? Agent, action and outcome. First നമ്മൾ പഠിക്കുന്ന തിയറി എന്താ? Virtue ethics. Okay. See. ആണെന്നില്ല, പക്ഷെ ഞാൻ മുഖമൊക്കെ വരച്ചില്ല, ഈ ഫുള്ളും വരയ്ക്കണ്ടെന്നും കൂടെ. എന്റെ മൂഡ് പോയി. ആ ബാക്ക്ഗ്രൗണ്ട് മാറ്റിയാൽ മതി അല്ലേ? എൻലൈറ്റിന്റെ ലോഗോ പോലെ ആയിട്ടുണ്ട്. ഓക്കെ. സോ വി ഹാവ് വാട്ട്? ഏജന്റ്, ആക്ഷൻ ആൻഡ് ഔട്ട്കം. കളറാ ഉദ്ദേശിച്ച കേട്ടോ, ബ്ലാക്കും ഗോൾഡും. ഓക്കെ. സോ ഏജന്റ്, ആക്ഷൻ ആൻഡ് ഔട്ട്കം. സോ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന തിയറി എന്താണ്? എന്താടാ ചോദിച്ചോ? ഇതുമായിട്ട് ബന്ധപ്പെട്ടാണോ? എന്നാ കുഴപ്പമില്ല. സോ വി ഹാവ് വാട്ട്? ഏജന്റ്, ആക്ഷൻ ആൻഡ് ഔട്ട്കം. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന തിയറി എന്താണ്? വെർച്യു എത്തിക്സ്. ഓക്കെ, നീ ശ്രദ്ധിച്ചു കേൾക്കണം. നീ യു നോ അബൌട്ട് ജീസസ് ക്രൈസ്റ്റ്. ഓക്കെ, അപ്പം എന്താ, അപ്പൊ ജീസസ് ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഇങ്ങനെ ചെയ്തു. ഓക്കെ, ഇങ്ങനെ ചെയ്തു. ഓക്കെ, അല്ല ഒരു പെർട്ടിക്കുലർ ആക്ഷനിൽ ഇൻവോൾവ് ആയി. ഇനി നമ്മൾ അതിനെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്? ജീസസ് ചെയ്ത ആക്ഷനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാറുണ്ടോ, അതോ അത് ജീസസ് ചെയ്തത് കൊണ്ട് അതാണ് ശരി എന്നാണോ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്? അതായത് ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ ജീസസ് ഒരു പ്രത്യേക രീതിയിൽ ആക്ട് ചെയ്തു. ഒരു ഉദാഹരണം പറയാം. ജീസസ് ഇപ്പം ഒരു 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 ജൂയിഷ് ടെമ്പിൾ ഉണ്ട്. ആ ജൂയിഷ് ടെമ്പിളിൽ അല്ലെങ്കിൽ വേറൊരു ഉദാഹരണം പറയാം. അതായത് സാബത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ജൂസിനും ക്രിസ്ത്യൻസിനും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നു. ഓക്കെ, അപ്പം ജൂസിനും സാബത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സാബത്ത് ദിവസം ജീസസിന്റെ ശിഷ്യന്മാർ എന്ത് ചെയ്തു? സാബത്ത് കുറച്ച് ഫുഡ് കഴിച്ച് എന്ത് ചെയ്തു? ലംഘിച്ചു. ഓക്കെ, ഇനി എന്താ? ഓ, സാബത്ത് ഒന്നും അറിയില്ലല്ലേ, പുവർ ഗൈസ്. ഓ, എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് ട്രാക്ക് മാറ്റാം. നമുക്ക് കൃഷ്ണന്റെ അടുത്തേക്ക് പോവാം. ഓക്കെ ഓക്കെ, അതായത് സി ഇമാജിൻ കൃഷ്ണൻ ഒരു കുർത്തക്കേട് കാണിച്ചു എന്നിരിക്കട്ടെ. ഓക്കെ, ആ ആക്ഷനെ നമ്മൾ ശരി തെറ്റെന്ന് ഇവാലുവേറ്റ് ചെയ്യാറുണ്ടോ, അതോ സിൻസ് ഇറ്റ് ഇസ് ഡൺ ബൈ ലോർഡ് കൃഷ്ണ ഇസ് ഇറ്റ് അസ്യൂംഡ് ടു ബി കറക്റ്റ്? ആർ വി ഫോക്കസിങ് ഓൺ ദ ആക്ഷൻ ഓർ ആർ വി ഫോക്കസിങ് ഓൺ വാട്ട്? ഇച്ചിരി ദൈവഭക്തിയൊക്കെ വേണം കേട്ടോ, എന്നാലേ നടക്കത്തുള്ളൂ. ആർ വി ഫോക്കസിങ് ഓൺ ദ ആക്ഷൻ ഓർ ആർ വി ഫോക്കസിങ് ഓൺ ദി ഇൻഡിവിജ്വൽ? We are focusing on what? Individual. അതായത് if the individual is assumed to be a person of good character, or if he have certain positive values, then we automatically assume that what? The actions that is done by him is what? Ethical in nature. ഇതാണ് എന്ത് പറയുന്നത്? Virtue ethics പറയുന്നത്. അതായത് നമ്മൾ എന്തിലേ ഫോക്കസ് ചെയ്യുന്നില്ല? ആക്ഷനോ ഔട്ട്കമ്മിലോ നമ്മൾ എന്ത് ചെയ്യുന്നേ ഇല്ല, നോക്കുന്നേ ഇല്ല. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഈ വ്യക്തിനെ നോക്കുന്നു. വ്യക്തി നല്ലതാണെങ്കിൽ ആ സിറ്റുവേഷനിൽ എത്തിക്കലായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യമായിരിക്കും ആ വ്യക്തി എന്ത് ചെയ്തിട്ടുണ്ടാവുന്നത്? ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, ഇങ്ങനെ നമ്മൾ എത്തിക്സിനെ കാണുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? വെർച്യു എത്തിക്സ് എന്ന് പറയാം. വി ആർ നോട്ട് ഇവാലുവേറ്റിംഗ് ദ ആക്ഷൻ ഓർ ദ ഔട്ട്കം ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ആക്ഷൻ. വി ജസ്റ്റ് ലുക്കിംഗ് ഓൺ വാട്ട്? The individual that is involved in the action. If the individual is an ethical person, or if the individual is a person of good character, or he have the right values, then we assume that what he had done is what? The most ethical thing to do at that particular moment. Adana nammal endu parayunnathu? Virtue ethics nammal parayam. Constituents la ഈ തിയറി പെർഫെക്റ്റ് ആണോ? ഒബ്വിയസ്ലി അല്ല. പക്ഷെ വെർച്യു എത്തിക്സ് നമ്മൾ എന്തിനെ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ? വി ആർ നോട്ട് ഫോക്കസിങ് ഓൺ ദ ആക്ഷൻ ഓർ ഔട്ട്കം, വി ആർ ഫോക്കസിങ് ഓൺ വാട്ട്? ദ ഏജന്റ്. ഓക്കെ, ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്?
വെർച്വു എത്തിക്സ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഇപ്പം ഗാന്ധിജി ഈസ് കൺസിഡേർഡ് ടു ബി വാട്ട്? എ വെർച്വസ് പേഴ്സൺ. ശിവസാർ ഗാന്ധിജിയുടെ കുറെ കഥകളൊക്കെ പറയും കേട്ടോ. ഓക്കെ, പറഞ്ഞിട്ടുണ്ടോ? ഇന്ന് പറഞ്ഞോളോ? ഓ മൈ ഗോഡ്. ഓക്കെ, സോ അപ്പം അതൊന്നും കേൾക്കാൻ, അതൊന്നും ഇവിടെ കൺസിഡർ ചെയ്യണ്ട. പക്ഷെ ഹി ഹാസ് എ ക്രെഡിബിലിറ്റി. സോ ഇൻ ജനറൽ പീപ്പിൾ അസ്യൂം ദാറ്റ് വാട്ട് ഹി ഡൺ വുഡ് ഹാവ് ബീൻ വാട്ട് കറക്റ്റ്. അതായത് ഒരു സാധാരണക്കാരന്റെ സൈഡിൽ നിന്ന് ആലോചിക്കുമ്പം ഗാന്ധിജി എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? കടലിൽ പോയിട്ട് ഉപ്പുണ്ടാക്കാൻ പോവാണ്. സാധാരണ ഒരാൾ ആലോചിക്കും അത് ശരിയാണോ തെറ്റാണോ എന്ന്. ഇല്ല, ഗാന്ധിജി ചെയ്യുന്നത് കൊണ്ട് അതായിരിക്കണം നമ്മൾ എന്ത് ചെയ്യാം. മനസ്സിലാവും? അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? വെർച്വു എത്തിക്സ് എന്ന് നമ്മൾ പറയാം. ദാറ്റ് ഈസ് we are not evaluating the actions or the outcome of the action. We are actually evaluating what? The character of the person. ഇതിനെ നമ്മൾ എന്താ പറയുന്നത്? വെർച്വു എത്തിക്സ് എന്ന് നമ്മൾ പറയാം. ഓക്കെ, virtue emphasis on the quality of human behavior or human character. It believes that if human being has good character, it guarantees what? Good action. Virtue ethics such as Socrates, Plato, and Aristotle emphasize on nurturing the quality of human behavior. The right thing to do would be what a virtuous person would have done in the same circumstances. ഇതിനാണ് നമ്മൾ എന്താ പറയുന്നത്? വെർച്വു എത്തിക്സ് നമ്മൾ പറയാം. സി, നമ്മളിപ്പം ഏതാ ഈ സാറ്റർഡേസിലും ഫ്രൈഡേസിലും ഒക്കെ പള്ളിയിൽ പോകുമ്പം ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ എടുത്തിട്ട് അതേ സിറ്റുവേഷൻ പണ്ട് ജീസസിന്റെ കാലത്തോ നബിയുടെ കാലത്തോ ഏതെങ്കിലും പ്രോഫറ്റിന്റെ കാലത്തോ ആണെങ്കിൽ അവരിങ്ങനെയാണ് ചെയ്തതെന്നല്ലേ പറയുന്നത്? ഓക്കെ, സോ വി ആർ ആക്ച്വലി കമ്പയറിംഗ് വാട്ട് ദാറ്റ് പെർട്ടിക്കുലർ സിറ്റുവേഷൻ ടു വാട്ട് ദ പ്രോഫറ്റ് വുഡ് ഹാവ് ഡൺ. ഓക്കെ, അതിനാണ് നമ്മൾ എന്താ പറയുന്നത്? വെർച്വു എത്തിക്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ എവരിവൺ ക്ലിയർ വിത്ത് ദിസ്? ഓക്കെ, എന്ത് പറ്റി? കുഴപ്പമില്ല. അടുത്ത തിയറിയാണ് എന്ത്? Teleological moral reasoning. Next is called as what? Teleological or consequential moral reasoning. See, ഇവിടെ നമ്മൾ എന്തിനാ ഫോക്കസ് ചെയ്യുന്നത്? We don't care about the person. We are just focusing on what? The outcome. We are just focusing on what? Outcome. If the action leads to a positive outcome, we consume that particular action to be what? Ethically correct. അതിനെ നമ്മൾ എന്താ പറയുന്നത്? Teleological moral reasoning എന്ന് പറയാം. That is, we are evaluating what is right and wrong based on what? The consequences of the action or the outcome of the action. ഇതിനെ നമ്മൾ എന്താ പറയുന്നത്? Teleological moral reasoning എന്ന് നമ്മൾ പറയാം. Okay. Okay. Teleology. Teleo means end. Logy means science. Consequence of the action. Okay. Teleology എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ വേ ഓഫ് അപ്രോച്ചിങ് തിങ്സ് ആണ്. That is deciding what is right or wrong based on what? Teleology means what? Deciding something based on the end result. Okay. എത്തിക്സില് ടീലിയോളജി വരുന്ന ഒരു ടീലിയോളജിയിൽ പല തിയറികളുണ്ട്. മനസ്സിലായോ? അതായത് ഹെഡോണിസം എന്നൊരു കോൺസെപ്റ്റ്. എന്താണ് ഹെഡോണിസം? ഹെഡോണിസം എന്ന് പറഞ്ഞാൽ എന്താണ്? The right, as a human beings, we are programmed to what? Seek pleasure and avoid pain. Whatever gives you pleasure is actually what? The right thing to do, and whatever gives you pain is what? The wrong thing to do. അതിനെ നമ്മൾ എന്താ പറയുന്നത്? ഹെഡോണിസം എന്ന് പറയാം. ഇവിടെ നമ്മൾ വീണ്ടും ഫോക്കസ് ചെയ്യുന്ന എന്തിനെയാണ്? എൻഡിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ പറയുന്ന എൻഡ് എന്താണ്? എന്റെ പ്ലഷറോ എന്റെ പെയിനിലോ ആണ് എന്ത് ചെയ്യുന്നത്? ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ അത് എന്താണ്? ഒരു ടീലിയോളജിക്കൽ തിയറിയാണ്. അത് എന്താണ്? ടീലിയോളജിക്കൽ തിയറിയാണ്. ഹെഡോണിസത്തിനാണ് നമ്മൾ ഇന്ത്യൻ ഫിലോസഫിയിൽ ചർവാക്ക ഫിലോസഫി എന്ന് പറയുന്നത്. അതായത് പ്ലഷർ സീക്കിംഗ് ബിഹേവിയർ. മനസ്സിലായോ? അതിനെ നമ്മൾ എന്താ പറയുന്നത്? ഹെഡോണിസം എന്ന് പറയാം. ഓക്കെ, അതായത് പ്ലഷർ ഓഫ് ദ സെൻസസ്. ഓക്കെ, അതുപോലെ ഔട്ട്കം നോക്കുന്ന ഒരു തിയറിയാണ് എന്ത്? യൂട്ടിലിറ്റേറിയനിസം എന്ന തിയറി. ഓക്കെ, അതുകൊണ്ടാണ് അതും എന്തിൽ വരും? ടീലിയോളജിക്കൽ മോറൽ റീസണിനകത്ത് വരും. ഞാനിവിടെ ഹെഡോണിസം എഴുതിയിട്ടില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? അത് നോട്ട് ചെയ്യണം. ഹെഡോണിസത്തിനകത്ത് ഫോക്കസ് എന്താണ്? എന്റെ പ്ലഷർ ആണ്. യൂട്ടിലിറ്റേറിയനിസത്തിന്റെ ഫോക്കസ് എന്താണ്? കളക്റ്റീവ് ഹാപ്പിനെസ് ആണ്. ഓക്കെ, ഹെഡോണിസം പറയുന്നത് എന്താണ്? ആസ് എ ഹ്യൂമൻ ബീങ് സീക്ക് വാട്ട് എവർ ദാറ്റ് ഗീവ്സ് യു പ്ലഷർ എന്നതാണ് എന്ത് പറയുന്നത്? ഹെഡോണിസം പറയുന്നത്. യൂട്ടിലിറ്റേറിയനിസം എന്താ പറയുന്നത്? യൂട്ടിലിറ്റേറിയനിസം ഫോക്കസ് ഓൺ കളക്റ്റീവ് ഹാപ്പിനെസ്. സൊസൈറ്റിയിലെ പല പ്രശ്നങ്ങൾക്ക് കാരണം പീപ്പിൾ എന്ത് പെർസ്യൂ ചെയ്യുന്നത് കൊണ്ടാണ്?
ഹെഡോണിസം പെർസ്യൂ ചെയ്യുന്നത് കൊണ്ടാണ്. ചിലപ്പോൾ പൈസ ആവാം, സെൻഷ്വൽ പ്ലഷർ ആവാം, ഫുഡ് ആവാം, ഓക്കെ, ഫെയിം ആവാം, അല്ലെ ഫെയിം, ഓക്കെ ഫെയിം അതെന്ന് വെച്ചാൽ എനിക്ക് സന്തോഷം തരുന്ന സാധനങ്ങൾ ഞാൻ വേറെ ആരുടെയും സന്തോഷം നോക്കാതെ പെർസ്യൂ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹെഡോണിസം എന്ന് നമ്മൾ പറയാം. അതും ഒരു ടീലിയോളജിക്കൽ തിയറിയാണ്. കാരണം നമ്മൾ എന്താണ് എന്ത് ചെയ്യുന്നത് നോക്കുന്നത്. അതുപോലെ വേറൊരു ടീലിയോളജിക്കൽ തിയറിയാണ് എന്ത്, യൂട്ടിലിറ്റേറിയനിസം. ഓക്കെ, ഇവിടെ നമ്മൾ എന്റെ പ്ലഷർ അല്ല നോക്കുന്നത്, ഇൻഡിവിജ്വലിന്റെ പ്ലഷർ അല്ല നോക്കുന്നത്, നമ്മൾ എന്താ നോക്കുന്നത്, ആൻഡ് ആക്ഷൻ ഇസ് റൈറ്റ് ഇഫ് ഇറ്റ്സ് കോൺസിക്വൻസസ് ആർ ബെറ്റർ ദാൻ or at least as good as the consequence of any other action that the agent could have done. Okay, വേറൊരു രീതി പറഞ്ഞ that action that leads to greatest good for greatest number of people is what the right thing to do. അതാണ് എന്ത് പറയുന്നത്, യൂട്ടിലിറ്റേറിയനിസം പറയുന്നത്. ഓക്കെ, നീ ശ്രദ്ധിച്ചു കേൾക്കണം. സി, രണ്ട് യൂട്ടിലിറ്റേറിയനിസം ഉണ്ട്, ആക്ട് യൂട്ടിലിറ്റേറിയനിസവും റൂൾ യൂട്ടിലിറ്റേറിയനിസം. എന്തൊക്കെയാണ് ആക്ട് യൂട്ടിലിറ്റേറിയനിസവും റൂൾ യൂട്ടിലിറ്റേറിയനിസവും? രണ്ടും പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ആക്ട് യൂട്ടിലിറ്റേറിയനിസവും, സെക്കൻഡ് എന്താണ് റൂൾ യൂട്ടിലിറ്റേറിയനിസവും. സി, ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രവൃത്തി. ഓക്കെ, ആക്ട് യൂട്ടിലിറ്റേറിയനിസത്തിനകത്ത് നമ്മൾ എന്തിനാ ഫോക്കസ് ചെയ്യുന്നത്, വി ആർ ഫോക്കസിങ് ഓൺ വാട്ട്, ദ ആക്ട്. വി ആർ ഫോക്കസിങ് ഓൺ വാട്ട്, ദ ആക്ട്. ഓക്കെ, അതായത് ഈ ഒരു ആക്ട് ചെയ്യുമ്പോൾ if the outcome that particular act leads to greatest good for greatest number of people, then that particular act can be considered to be what, ethical in nature. Simple concept ആണ്. റൂൾ യൂട്ടിലിറ്റേറിയനിസം പറഞ്ഞു കഴിയുമ്പോഴാണ് കൺഫ്യൂഷൻ ആവുക. ഓക്കെ, ആക്ട് യൂട്ടിലിറ്റേറിയനിസം എന്ന് പറഞ്ഞാൽ എന്താണ്, if an act leads to greatest happiness for greatest number of people, then that particular act can be considered to be what, ethical in nature. Okay, ഇനി ഉദാഹരണം. ഓക്കെ, നിങ്ങൾ ഒപ്പൻഹൈമർ സിനിമ ഉണ്ടോ, കണ്ടവരൊക്കെ ഒന്ന് കൈവക്കെ? ഓക്കെ, ബാബി സിനിമ ഉണ്ടോ, കണ്ടവരൊക്കെ ഒന്ന് കൈവക്കെ? എന്താ സിവിൽ സർവീസ് ക്രൗഡ് ആയതുകൊണ്ടാണോ? ഉണ്ട്, ഇങ്ങനെ വേണം കൈവെക്കാൻ. ഒരു കൈ കൊടുത്തേ. മറ്റവർ ഓരോ ഇനി സാധിക്കോ? മറ്റവരിങ്ങനെ പൊക്കണോ വേണ്ടിയോ. നിന്റെ പേരെന്താ? ആരോമൽ. ഓക്കെ, എൻ്റെ പേര് ഈസിയാ, നമ്മൾ ഫ്രണ്ട്സായി. അപ്പം സി, ഒപ്പൻഹൈമർ സിനിമ കണ്ടിട്ടില്ലെങ്കിലും ഈ സംഭവം നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഏതാ? So America discovered what? So America developed the nuclear bomb. Okay, now Germany already surrendered. Now Japan has not yet what? Surrendered. Okay, ഇനി അമേരിക്കയുടെ മുമ്പിലുള്ള ചോദ്യം എന്താണ്? ന്യൂക്ലിയർ ബോംബ് ഇടണോ വേണ്ടയോ? ന്യൂക്ലിയർ ബോംബ് ഇടണോ വേണ്ടയോ? ഓക്കെ, ഇനി ആ ആക്ട് ഓഫ് ഡിപ്ലോയിങ് ദ ന്യൂക്ലിയർ ബോംബ്, അതിന്റെ എത്തിക്കൽ ഡയമെൻഷൻ എന്താണ്? അതായത് അതിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, യൂട്ടിലിറ്റേറിയനിസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ഒരു ആക്ടിനെയാണ് നോക്കുന്നത്. എന്താ ആക്ട് എന്ന് പറഞ്ഞാൽ? ആ ഒരു പ്രവൃത്തി. ഇവിടെയുള്ള പ്രവൃത്തി എന്താണ്? ഷുഡ് വി ഡ്രോപ്പ് ദ ബോംബ് ഓർ നോട്ട്? ഇനി നമ്മൾ നോക്കുകയാണ്, എക്സ്ക്യൂസ് മീ, അതായത് അമേരിക്കൻസിന് അവരുടെ ഇന്റലിജൻസ് യൂണിറ്റ് വഴി ഇൻഫർമേഷൻ കിട്ടി, ജപ്പാൻ മുഴുവനും പിടിച്ചടക്കുന്നവരെ ജപ്പാൻ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, സറണ്ടർ ചെയ്യത്തില്ല. അപ്പം യുദ്ധം എന്തായാലും ഏതായാലും എന്ത് ചെയ്യും, മുന്നോട്ട് പോവും. എന്താണ്, റിംഗ് ടോൺ ആണോ, SMS ആണോ, നോട്ടിഫിക്കേഷൻ ആണോ? അപ്പൊ നീ എങ്ങനെ രാത്രി കിടന്ന് ഉറങ്ങുന്നേ? ഓക്കെ, പണ്ട് സ്കൂളിലൊക്കെ ഇല്ലായിരുന്നു ഫോൺ എടുക്കടാ, കണ്ട ഫോൺ എടുക്കടാ. ഓക്കെ, അപ്പം so in front of America there is this particular question, should we drop the bomb or not? അപ്പോൾ ഒരു സൈഡിൽ എന്ത് ചെയ്യും, ജപ്പാൻകാർ ഏതായാലും എന്ത് ചെയ്യത്തില്ല, അവന്മാർ പ്രാന്തന്മാരാ, ഏതായാലും യുദ്ധം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. അവർ മരിച്ചാൽ അവർ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല, സറണ്ടർ ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ
ഈ വാർ ഇനിയും തുടരും. ഏകദേശം ഒരു 100,000, ഏകദേശം 100,000 സോൾജേഴ്സിന് ഇനി എവിടെ ഡിപ്ലോയ് ചെയ്യേണ്ടി വരും? അമേരിക്കയിൽ അല്ല, ജപ്പാനിൽ ഡിപ്ലോയ് ചെയ്യേണ്ടി വരും. അതിൽ കുറെ പേര് വീണ്ടും മരിക്കും. ലോകം അപ്പോഴൊരു വാറിലായിരിക്കും. ഒരു എക്കണോമിക് സ്റ്റെബിലിറ്റിയോ ബാക്കി കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ന്യൂക്ലിയർ ബോംബ് ഇട്ടാൽ ഇനി അമേരിക്കൻസ് മരിക്കത്തില്ല. യുദ്ധം ഉടനെ എന്ത് ചെയ്യും? എൻഡ് ചെയ്യും. പക്ഷെ ലക്ഷക്കണക്കിന് ജാപ്പനീസ് ആൾക്കാർ മരിക്കും. ഓക്കെ, അപ്പൊ അമേരിക്കൻ പെർസ്പെക്റ്റീവ് നോക്കിയാൽ ഏതാണ് കൂടുതൽ യൂട്ടിലിറ്റി ഉള്ള തീരുമാനം? ബോംബിടുന്നതാണ് തീരുമാനം. അങ്ങനെ അവർ പോയി എന്ത് ചെയ്തു? ബോംബിട്ടു. ഓക്കെ, സോ ഇവിടെ എന്താണ്? That particular act is evaluated on the basis of what act is beneficial for that particular community. Okay, ഇനി നമ്മുടെ നേരത്തെ ചോദ്യം, നമ്മുടെ എന്തോ അമേരിക്കക്ക് വേറൊരു ചോയ്സും കൂടി ഉണ്ടില്ലായിരുന്ന അലൈഡ് പവേഴ്സിന്റെ കൂടെ. നമുക്ക് അങ്ങോട്ടൊന്നും പോണ്ട, മനസ്സിലായി? നമ്മൾ എന്താ ചെയ്യുന്നത്? ഞാൻ യൂട്ടിലിറ്ററീസ് എന്ന കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. അമേരിക്ക ചെയ്തത് ശരിയാണോ തെറ്റാണോ അതൊന്നും നമ്മുടെ സ്കോപ്പിലുള്ള കാര്യമല്ല. ഓക്കെ ഓക്കെ, നമ്മൾ എത്തിക്സ് എന്തിനാ പഠിക്കുന്നേ? നമ്മൾ എന്തിനാ എത്തിക്സ് പഠിക്കുന്നേ? പരീക്ഷ ജയിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായി? നമുക്ക് ഒരേ ഒരു ലക്ഷ്യമുള്ളൂ ഈ ക്ലാസ്സിന്. നമുക്ക് ഏകദേശം ഒരു 120, 130 മാർക്ക് എന്തിന് കിട്ടണം? എത്തിക്സിന് കിട്ടണം. ബാക്കി നിങ്ങളുടെ ജീവിതമായി, നിങ്ങളുടെ പ്രശ്നങ്ങളായി, അതിനകത്ത് എനിക്കെന്തില്ല പങ്കില്ല. ഒരു ഉദാഹരണം എന്ന രീതിയിൽ എന്താണ് ഞാൻ പറഞ്ഞാണ്, അമേരിക്കക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ടാവും. അമേരിക്കക്ക് കുറെ വെസ്റ്റഡ് ഇൻട്രസ്റ്റുകൾ ഉണ്ടാവും. അവരുടെ ഒരു വേൾഡ് പവറിലേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു മെയിൻ ഒരു സാധനമാണ് എന്ത്? അതുള്ളത്. ഓക്കെ, അതിലേക്കൊന്നും പോകുന്നില്ല. കുഴപ്പമില്ലല്ലോ? കുഴപ്പമുണ്ടെങ്കിൽ എന്തില്ല? കുഴപ്പമില്ല. ഓക്കെ, സോ ദാറ്റ് ഇസ് റിഗാർഡിംഗ് വാട്ട്? ആക്ട് യൂട്ടിലിറ്ററിസം. ഇനി നമ്മുടെ ട്രോളി പ്രോബ്ലം, അവിടെ എന്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തീരുമാനം എടുക്കുന്നത്? അഗൈൻ ഇറ്റ്സ് ഓൺ ദ ബേസ് ഓഫ് വാട്ട്? ആക്ട് യൂട്ടിലിറ്ററിസം. ഇനി ആക്ട് യൂട്ടിലിറ്ററിസം വെച്ച് നമ്മുടെ ഹോസ്പിറ്റൽ കേസ് ഇല്ലേ എന്ന് വെച്ചാൽ 2 കിഡ്നിയും 1 ലിവറും 2 കിഡ്നിയും 1 ലിവറും 1 പാൻക്രിയാസും 1 ഹാർട്ടും. ഓക്കെ, ഈ ആക്ട് യൂട്ടിലിറ്ററിസം അവിടെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റില്ലേ? കാരണം 5 പേരുടെ ലൈഫാണ് ഡെഫിനറ്റ്ലി ഒരാളുടെ ലൈഫിലും വലുത്. അപ്പൊ ഈ തിയറി അവിടെ എന്ത് ചെയ്യുവാണ്? ഫെയിൽ ചെയ്യുവാണ്. ക്ലിയർ ആണല്ലോ? സംശയം ഉണ്ടാർക്കെങ്കിലും? ഓക്കെ, ഇനി അടുത്ത എന്താണ്? റൂൾ യൂട്ടിലിറ്ററിസം. ഓക്കെ, ഇത് ശ്രദ്ധിച്ചേക്കണം. റൂളില് നമ്മൾ ഇൻഡിവിജ്വൽ ആക്ട് അല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യും? ഒരു റൂളിലാണ് എന്ത് ചെയ്യുന്നത്? ഫോക്കസ് ചെയ്യുന്നത്. റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? പെനാൽറ്റി കിട്ടും. അതെന്താണ്? ഒരു റൂളാണ്. ഒരു റൂളിന്റെ ആപ്ലിക്കേഷൻ, ഇഫ് ദാറ്റ് ലീഡ്സ് ടു ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് ഫോർ ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് പീപ്പിൾ, then it can be considered to be what? Ethical. Clear ആയോ? ഇവിടെ നമ്മൾ ഇൻഡിവിജ്വൽ ആക്ടിനെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, നമ്മൾ എന്തിനാണ്? ഒരു റൂളിനെയാണ്. ആ റൂളിന്റെ ആപ്ലിക്കേഷൻ, if that leads to greatest happiness for greatest number of people, then it can be considered to be what? Ethical in nature. പല ഗവൺമെന്റ് പ്രോഗ്രാംസും എത്തിക്കൽ ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? റൂൾ യൂട്ടിലിറ്ററിസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കോവിഡിന്റെ സമയത്ത് നിങ്ങൾ മാസ്ക് വെക്കാതെ പുറത്തിറങ്ങിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? പെനാൽറ്റി വരും. അത് നമുക്ക് എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? ആ ഒരു പ്രിൻസിപ്പിൾ ഫോളോ ചെയ്താൽ ഇറ്റ് ലീഡ്സ് ടു വാട്ട്? ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് ഫോർ ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് പീപ്പിൾ. ഒരു ഹൈവേ കൺസ്ട്രക്ഷൻ, ഒരു ഡാം കൺസ്ട്രക്ഷൻ ഗവൺമെന്റിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങളുടെ ലാൻഡ് എടുത്തിട്ട് കോമ്പൻസേഷൻ തരാം. Because that particular project might lead to what? Greatest happiness for greatest number of people. മനസ്സിലായോ? അപ്പം റൂൾ യൂട്ടിലിറ്ററിസത്തിനകത്ത് എന്താണ്? ഇൻഡിവിജ്വൽ ആക്ട് അല്ല ഫോക്കസ് ചെയ്യുന്നത്. We are focusing on what? A moral rule. If the application of that particular moral rule leads to greatest happiness for greatest number of people, then it can be considered to be what? Ethical in nature. Okay ആണല്ലോ? ഇനി നമ്മുടെ ഹോസ്പിറ്റൽ കേസ് എടുക്കുക. 2 കിഡ്നിയുടെയും 1 ലിവറിന്റെയും 1 ഹാർട്ടിന്റെയും 1 പാൻക്രിയാസിന്റെയും. ഓക്കെ, അതായത് നമ്മളൊരു റൂൾ ഉണ്ടാക്കാന്നിരിക്കട്ടെ. റൂൾ എന്താ? നിങ്ങളൊരു ഹെൽത്തി പേഴ്സൺ ആണ്, നിങ്ങളൊരു ഹോസ്പിറ്റലിൽ പോവാണ്. ഹോസ്പിറ്റലിൽ ഓർഗൻസ് ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളോട് ചോദിക്കാതെ ചിലപ്പോൾ നിങ്ങളുടെ ഓർഗൻസ് എന്ത് ചെയ്യും? ഹോസ്പിറ്റലിന് വേണേ എടുക്കാം. ഇങ്ങനെ ഒരു റൂൾ ഉണ്ടെന്നിരിക്കട്ടെ. Will that particular rule leads to greatest happiness for greatest number of people? സംശയമുണ്ടോ നിങ്ങൾക്ക്? The entire healthcare system is going to what?
fail. The entire healthcare system is going to what? Fail. Hence, rule utilitarianism പ്രകാരം അങ്ങനെ ഒരു സാധനം എന്തല്ല? ശരിയല്ല. Hence, it is considered to be what? Ethical in nature. That is that particular hospital case that does not survive what? Rule utilitarianism. അതൊരു പ്രിൻസിപ്പിൾ എടുത്തിട്ട് പ്രിൻസിപ്പിൾ എല്ലാവർക്കും ആപ്ലിക്കബിൾ ആവുകയാണെങ്കിൽ, if that does not lead to greatest happiness for greatest number of people, then it cannot be considered to be what? Ethical in nature. Okay. Clear ആയല്ലോ? ഇനി act utilitarianism believe that whenever we are deciding what to do, we can decide what to do. Act utilitarianism believe that whenever we are deciding what to do, we should perform the action that will create the greatest net utility. The action that produces the greatest good for greatest number of people is moral or ethical. Clear ആണല്ലോ? Rule utilitarianism adopt a two-part view that stresses the importance of moral rules. According to rule utilitarianism, a specific action is morally justified if it conforms to a justified moral rule. A moral rule is justified if its inclusion into a moral code could create more utility than any other possible rules or no rule at all. Okay, our rule and application should lead to what? Greatest happiness for greatest number of people. Then നമ്മൾ എന്ത് പറയുന്നത്? Rule utilitarianism നമ്മൾ പറയാം. Okay. Okay. Now take a 5 minutes break. Then we'll continue at എന്ത് പറ്റി ആരോമൽ? കൂട്ടണോ? പ്രതിഷേധം ഉണ്ടാവും. AC കൂട്ടണം എന്ന് പറഞ്ഞാൽ തണുപ്പ് കൂട്ടണം എന്നാണോ? തണുപ്പ് കൂട്ടണം, ടെമ്പറേച്ചർ കുറയ്ക്കണം. നിങ്ങളൊരു ആദ്യം ഒരു തീരുമാനത്തിലാവും. 2 മിനിറ്റ് ഉണ്ട്, എന്നിട്ട് നിങ്ങൾ പറയുന്നതനുസരിച്ച് ഞാൻ ചെയ്യാം. ഇപ്പൊ എത്രയിലാ? 28ലോ? 25 പോരെ? ആണ് 24 ആക്കാം. പക്ഷെ അത് നിങ്ങളൊരു തീരുമാനത്തിലാക്കിയിട്ട് ചെയ്യാം.
ഇന്ന് ആദ്യമായിട്ടാ വരുന്നല്ലേ താങ്കൾ? അവനവൻ കുറെ പേര് ഇന്ന് ആദ്യമായിട്ടാ. ഒന്ന്, താങ്കൾ ഇന്ന് ആദ്യമായിട്ടല്ലേ വരുന്നേ? രണ്ട്, താങ്കൾ ഇന്ന് ആദ്യമായിട്ടാണ് വരുന്നേ? അല്ല, സീറ്റ് മാറിയിരിക്കുന്നേ. ഒന്ന്, പിന്നെ ആരൊക്കെയാ? ഫ്രണ്ടിലൊക്കെ ഇരിക്കുന്നവരെ ഓർമ്മയുള്ളൂ, ഫ്രണ്ടിലും ബാക്കിലും. ഈ ബാക്കിലിരിക്കുന്നവർ വിചാരിക്കുന്നത് അവരെ കാണത്തില്ലെന്ന്, അവരാണ് ഏറ്റവും കാണുന്നത്. എങ്ങനെ, ഉറക്കം വരുന്നുണ്ടോ? എങ്ങനെയാ സാധാരണ പഠിക്കുന്നത്? രാത്രിയാണോ ഇരുന്ന് പഠിക്കുന്നത്, രാവിലെ ഇരുന്നിട്ടാണോ പഠിക്കുന്നത്? രാത്രിയാ പഠിക്കുന്നത്. നാട് എവിടെയാ? എന്താണ് നിന്റെ മുഖത്തൊരു സങ്കടം? രാവിലെ ക്ലാസ്? അത് രാവിലെ ക്ലാസ് ഉണ്ടായിരുന്നു? ഓപ്ഷൻ ഉണ്ടായിരുന്നോ? ഏതാ ഓപ്ഷനില്? ഓക്കെ, PSR സാധാരണ വൈകിട്ടല്ലേ? ഓ, ഓക്കെ, വിൽ കണ്ടിന്യൂ. ഇനി സി, എന്നാ പോട്ടെ, അടുത്ത തുടങ്ങാം. Now next we are going to what? Categorical moral reasoning. Okay. Now before we start, we need to understand what is Immanuel Kant എന്ന് പറഞ്ഞ ജർമ്മൻ ഫിലോസഫർ ആണ് എന്ത് ചെയ്തത്? കാറ്റഗോറിക്കൽ മോറൽ റീസണിങ് കൊണ്ടുവന്നേ. ഇനി ഇതിനകത്തൊരു കൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. സി, ഇതിൻ്റെ ഒരു ത്രെഡ്, റിലീജിയൻ. റിലീജിയൻ എന്താ പറയുന്നത്? റിലീജിയൻ കംസ് അപ്പ് വിത്ത് സർട്ടൻ absolute theories. Religion comes with what? Certain absolute theories. Okay, certain absolute theories that is eternal. Okay, ഇനി ആ തിയറികൾക്ക് എവിടുന്നാണ് അതിന്റെ അധികാരം കിട്ടുന്നത്? റിലീജിയൻ കൊണ്ടുവരുന്ന പ്രിൻസിപ്പിൾസിന് എവിടുന്നാണ് അധികാരം കിട്ടുന്നത്? ബിലീവേഴ്സ്. ബിലീവേഴ്സ് അല്ല, ദൈവം തരുന്നത് കൊണ്ടാണ് അതിനെന്ത് ചെയ്യുന്നത്? ഒരു അധികാരം കിട്ടുന്നത്. ഓക്കെ, നൗ Immanuel Kant was against what? The concept of religion and God. But he believed that what? There need to be certain universal principles. There need to be certain what? Universal principles. അതായത് നമ്മുടെ യൂണിവേഴ്സിനെ സയൻസിലുള്ള യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ് പോലെ എത്തിക്സിലും എന്ത് വേണം? ചില യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ് വേണം. പക്ഷെ അത് എന്ത് ഫുൾഫിൽ ചെയ്യുന്നില്ല കറക്റ്റായിട്ട്? റിലീജിയൻ ഫുൾഫിൽ ചെയ്യുന്നില്ല. അപ്പൊ ഇമ്മാനുവൽ കാന്റ് ശ്രമിച്ചെന്താന്ന് വെച്ചാൽ, നമുക്ക് റീസണും ലോജിക്കും ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ചില യൂണിവേഴ്സൽ തിയറീസ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. എങ്ങനെ റീസണും ലോജിക്കും ഉപയോഗിച്ച് ചില യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ഒന്നുകൂടെ ത്രെഡ് ഒന്നുകൂടെ പറയാം. അതായത് റിലീജിയനിൽ ചില യൂണിവേഴ്സൽ തിയറീസ് ഉണ്ട്. ആ തിയറീസിന് അതിന്റെ അധികാരം എവിടുന്ന വരുന്നത്? ദൈവത്തിൽ നിന്നാണ്. പക്ഷേ ഒരു എത്തിസ്റ്റിന് എന്തില്ല? ദൈവമില്ല. ദൈവമില്ലെങ്കിൽ ആ യൂണിവേഴ്സൽ തിയറീസിന് ഒരു വെയിറ്റേജ് ഉണ്ടോ? ഇല്ല. അപ്പം ഇമ്മാനുവൽ കാന്റ് വാസ് അഗൈൻസ്റ്റ് ഗോഡ്, അഗൈൻസ്റ്റ് റിലീജിയൻ. ബട്ട് വാട്ട് ഹി വാണ്ടഡ് ഇസ് ദാറ്റ് ഹി ബിലീവ് ദാറ്റ് വാട്ട് a society is stable only if there is what? Certain universal principles. So what he tried to do is that he tried to come up with certain principles so that by our independent thinking, by our autonomous thinking, I would be able to reach what? Certain universal principles. അതിനാണ് ഇമ്മാനുവൽ കാന്റ് എന്ത് ചെയ്തത്? ഈ ഒരു കാറ്റഗോറിക്കൽ ഇമ്പറേറ്റീവ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ എന്താ ശ്രമിക്കുന്നത്? എനിക്ക് എൻ്റെ റീസണിങ് ഫാക്കൽറ്റി കൊണ്ട്
ചില യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസിലേക്ക് എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം, അറൈവ് ചെയ്യാൻ വേണ്ടി പറ്റണം. അതിന് വേണ്ട ചില പ്രിൻസിപ്പിൾസ് ആണ് ആര് പറയുന്നത്, ഇമ്മാനുവൽ കാന്റ് പറയുന്നത്. ഓക്കെ, ഇനി ഇമ്മാനുവൽ കാന്റ് അപ്പൊ എവിടെയാ ഫോക്കസ് ചെയ്യുന്നത്? See, Immanuel Kant is focusing on what? The actions themselves. He is focusing on what? The actions themselves. How can I come up with certain, how can I decide whether an action is what? Right or wrong? എനിക്ക് എങ്ങനെ എൻ്റെ റീസണിങ്ങും ലോജിക്കും ഉപയോഗിച്ച് എനിക്ക് എൻ്റെ ആക്ഷൻ റൈറ്റ് ഓർ റോങ് എന്ന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഡിസൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി okay, so that is where the concept of what? Categorical imperatives come. The concept of what? Categorical imperatives. Okay, ഇനി categorical imperatives എന്താണ്? These are commands you must follow regardless of your desire. These are commandments that you must follow regardless of your desires. These moral obligations are derived from pure reason. These moral obligations derive from what? Pure reason. ഇനി കാറ്റഗോറിക്കൽ ഇംപറേറ്റീവ് എന്തെന്ന് മനസ്സിലാക്കണമെങ്കിൽ വേറൊരു ടേം മനസ്സിലാക്കണം. ആ ടേം ആണ് എന്ത്? ഹൈപ്പോതെറ്റിക്കൽ ഇംപറേറ്റീവ്സ്. എന്താണ്? ഒന്ന് എഴുതണ്ട. എന്താണ് ഹൈപ്പോതെറ്റിക്കൽ ഇംപറേറ്റീവ്സ്? അതായത് ഹൈപ്പോതെറ്റിക്കൽ ഇംപറേറ്റീവ്സ് എന്താണ്? കണ്ടീഷണൽ ആണ്. ഹൈപ്പോതെറ്റിക്കൽ ഇംപറേറ്റീവ്സ് എന്താണ്? കണ്ടീഷണൽ ആണ്. നമ്മൾ നേരെ യൂട്ടിലിറ്റേറിയസം പഠിച്ചില്ലേ? യൂട്ടിലിറ്റേറിയസിനകത്ത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന എന്താണ്? ഒരു ആക്ഷൻ എത്തിക്കൽ ആണ് ഇഫ് ഇറ്റ് ലീഡ്സ് ടു വാട്ട്? ഗ്രേറ്റസ്റ്റ് ഗുഡ് ഫോർ ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് പീപ്പിൾ. അവിടെ എന്തുണ്ട്? ഒരു ഇഫ് ഉണ്ട്, ഒരു ഇഫ് കണ്ടീഷൻ ഉണ്ട്. കാറ്റഗോറിക്കൽ ഇംപറേറ്റീവ്സിനകത്ത് എന്തില്ല? ഇഫ് കണ്ടീഷൻ ഇല്ല. എപ്പോഴും എക്കാലവും ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? കാറ്റഗോറിക്കൽ ഇംപറേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ അതിന് കണ്ടീഷൻസ് ഇല്ല. അതിനെന്തില്ല? കണ്ടീഷൻസ് ഇല്ല. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കാറ്റഗോറിക്കൽ ഇംപറേറ്റീവ്സ്. നമ്മൾ പറയത്തില്ലേ, ഞാൻ കാറ്റഗോറിക്കലി ഡിനൈ ചെയ്തു. അതിന്റെ അർത്ഥം എന്താ? ഞാൻ ഒരു റിക്വസ്റ്റ് കാറ്റഗോറിക്കലി ഡിനൈ ചെയ്തു. അതിന്റെ അർത്ഥം എന്താ? There are no conditions in which I am going to what? Accept that particular request. അതിനാണ് നമ്മൾ എന്താ പറയുന്നത്? കാറ്റഗോറിക്കലി ഡിനൈ ചെയ്തു എന്ന് പറയുന്നത്. അപ്പം ഇമ്മാനുവൽ കാന്റ് is trying to come up with what? Certain categorical imperatives. That is certain commandments that you must follow. അതിനാണ് നമ്മൾ എന്താ പറയുന്നത്? കാറ്റഗോറിക്കൽ ഇംപറേറ്റീവ് എന്ന് നമ്മൾ പറയാം. Okay, these are commandments that you must follow regardless of your desires. These moral obligations are derived from pure reason, not from God, but from pure reason. Okay. ഇനി ഇമ്മാനുവൽ കാന്റ് ഒരു സാധനം ഒരു കാറ്റഗോറിക്കൽ ഇംപറേറ്റീവ് ആവണമെങ്കിൽ, ഒരു കാര്യം ഒരു ശരിയാവണമെങ്കിൽ അത് എന്ത് ചെയ്യണം? 3 കണ്ടീഷൻസ് എന്ത് ചെയ്യണം? ഫുൾഫിൽ ചെയ്യണം. എത്ര കണ്ടീഷൻസാ? 3 കണ്ടീഷൻസ്. ഒരു കണ്ടീഷൻ ഇത്, ഒരു കണ്ടീഷൻ ഇത്. മൂന്നാമത്തെ കണ്ടീഷൻ എവിടെയാ? ഞാനിവിടെ എഴുതിയിട്ടില്ല. അത് അത്ര എന്തല്ല, ഇമ്പോർട്ടൻ്റ് അല്ല. മോറൽ തിങ്കേഴ്സ് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യാം? ആ കണ്ടീഷൻ ഞാൻ പറയാം. ഇപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യാം? മനസ്സിലാക്കി വെക്കുക. പ്രധാനമായിട്ട് എന്ത് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം? ഈ 2 കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം. ഈ 2 കണ്ടീഷൻ. ഒന്നെന്താണ്? ദ യൂണിവേഴ്സബിലിറ്റി പ്രിൻസിപ്പിൾ, നമ്പർ 1. നമ്പർ 2 എന്താണ്? ദ ഫോർമുല ഓഫ് ഹ്യൂമാനിറ്റി. മൂന്നാമത്തെ കണ്ടീഷൻ ആണ് എന്ത്? ദ ഫോർമുല ഓഫ് ഓട്ടോണോമി. ദ ഫോർമുല ഓഫ് ഓട്ടോണോമി. ഈ 3 കണ്ടീഷൻസ് ഒരു കാര്യം ഫുൾഫിൽ ചെയ്താൽ മാത്രമേ അതിനെ നമുക്ക് എന്തെന്ന് പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ? ശരി എന്ന് പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? യൂണിവേഴ്സബിലിറ്റി പ്രിൻസിപ്പിൾ. നമ്മൾ ഇങ്ങനെ ആലോചിക്കണ്ടേ, ഒരു കാര്യം ശരിയാവണമെങ്കിൽ എല്ലാവരും ആ കാര്യം സിമിലർ സിറ്റുവേഷൻസിൽ ചെയ്യുവാണെങ്കിൽ അത് എന്തിലേക്ക് നയിക്കരുത്? കോൺട്രഡിക്ഷൻസിലേക്ക് നയിക്കരുത്. ഒന്നുകൂടെ പറയാം, ഒരു കാര്യം ശരിയാവണമെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം? ഒരു യൂണിവേഴ്സൽ ലോ ആക്കാൻ വേണ്ടി പറ്റണം. യൂണിവേഴ്സൽ ലോ എന്ന് പറയുന്നത് എന്താണ്? എല്ലാവർക്കും സിമിലർ കണ്ടീഷൻസിൽ ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ലോയ്ക്കാണ് നമ്മൾ എന്താ പറയുന്നത്? യൂണിവേഴ്സൽ ലോ എന്ന് നമ്മൾ പറയാം. അപ്പോൾ ഒരു കാര്യം ഒരു യൂണിവേഴ്സൽ ലോ ആയാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? അത് എത്തിക്കൽ ആവത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്ക് മോഷ്ടിക്കണമെന്ന് തോന്നി. നമുക്ക് എന്ത് ചെയ്യണം തോന്നി? മോഷ്ടിക്കണമെന്ന് തോന്നി. ഇനി മോഷ്ടിക്കുന്നത് ഒരു യൂണിവേഴ്സൽ ലോ ആക്കാൻ പറ്റുമോ? Can മോഷണം be made a universal law without creating contradictions? എല്ലാവർക്കും തോന്നുമ്പോൾ മോഷ്ടിക്കാൻ വേണ്ടി തുടങ്ങിയ സൊസൈറ്റി എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അപ്പം stealing cannot be made as what? A categorical imperative. അല്ലെങ്കിൽ നമുക്ക് പരീക്ഷയ്ക്ക് കോപ്പി അടിക്കണം. എന്തടിക്കണം? കോപ്പി അടിക്കണം. അത് ശരിയാണോ? നിങ്ങൾക്ക് സംശയം ഉണ്ടോ? ഓക്കെ,
എന്താ കോപ്പി അടിക്കുന്നത് എന്താണ്? നമ്മൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ശരി തെറ്റ് ആലോചിക്കുന്നതിന് പകരം എല്ലാവർക്കും പരീക്ഷയെ കോപ്പി അടിക്കാൻ തോന്നി ഒരു കോപ്പി അടിച്ചാൽ won't that lead to contradictions? ഓക്കെ, ഇനി കറപ്ഷൻ. ഓക്കെ, കറപ്ഷൻ ശരിയാണോ? എന്തുകൊണ്ടാ തെറ്റ്? അതായത് if the government starts to function based on corrupt activities, can the society exist? Okay, so something can be made a categorical imperative. The first condition it should fulfill is what? It should be made, it can be made as what? A universal law. Okay, അപ്പൊ അതിനാ നമ്മൾ എന്താ പറയുന്നത്? യൂണിവേഴ്സൽ ലോ എന്ന് പറയാം. അപ്പം യൂണിവേഴ്സിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ആക്ട് ഓൺലി അക്കോർഡിംഗ് ടു ദ മാക്സിം. മാക്സിം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റൂൾ അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിൾ. which at the same time will that it should become a universal law without contradiction. Anything that cannot be made a universal law cannot be considered to be what? Ethical in nature. ഇഷ്ടപ്പെട്ടില്ല, യോജിക്കാൻ പറ്റുന്നില്ല, ചങ്ങായി മരിച്ചുപോയി, എന്താ പ്രശ്നം? എന്താണ്ട് ഒരു അസ്വസ്ഥത ആ മുഖത്ത് കാണുന്നു. കുറച്ചും കൂടെ ആലോചിക്കാൻ സമയം വേണം. ഓക്കെ, ഇതെല്ലാവർക്കും മനസ്സിലായോ? യൂണിവേഴ്സൽ ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? സംതിങ് ദാറ്റ് എവരി വൺ ക്യാൻ ഡു ഇൻ സിമിലർ സിറ്റുവേഷൻസ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഒരു കാര്യം കാറ്റഗോറിക്കൽ ഇമ്പറേറ്റീവ് ആണെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്താ? ഇറ്റ് ഷുഡ് ബി മെയ്ഡ് എ യൂണിവേഴ്സൽ ലോ. ക്ലിയർ ആയോ? ഓക്കെ, സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തിയറി ഓഫ് ഹ്യൂമാനിറ്റി. തിയറി ഓഫ് ഹ്യൂമാനിറ്റി. സി, ഈ കുപ്പി എന്താ? ഈ കുപ്പിയുടെ പർപ്പസ് എന്താ? വെള്ളം കുടിക്കാം. ഓക്കെ, എന്താ സംഭവിച്ചത്? ഈ കുപ്പി പൊട്ടി എന്നിരിക്കട്ടെ. കുപ്പി എന്ത് ചെയ്തു? പൊട്ടി. നീ ഇതൊക്കെ എഴുതുന്നുണ്ടോ? കുപ്പിയുടെ ഫോട്ടോ ഒക്കെ വരച്ചു വെച്ചോ? ആ, ഓക്കെ, എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. കുറെ പേരൊക്കെ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ കുപ്പി പൊട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എന്തോ? ആ, വെള്ളം പുറത്തു വന്നിട്ട് നമ്മൾ ഉപേക്ഷിക്കും. നമ്മൾ എന്ത് ചെയ്യും? ഉപേക്ഷിക്കും. ഈ കുപ്പി പൊട്ടിയിട്ട് നമ്മൾ ഈ കുപ്പീനെ സൂക്ഷിച്ചു വെക്കുവോ? ഇല്ല. ഇവിടെ കുപ്പീനെ നമ്മൾ എന്തായിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഒരു മേർ മീൻസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എന്തിനാ? മേർ മീൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? എനിക്ക് വെള്ളം കുടിക്കുക എന്നൊരു പർപ്പസിന് വേണ്ടി മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഈ കുപ്പിനെ യൂസ് ചെയ്യുന്നത്. ഈ കുപ്പിക്ക് എന്തെങ്കിലും ഇൻഹറന്റ് മൂല്യം ഉണ്ടോ? ഇൻഹറന്റ് മൂല്യം ഉണ്ടെങ്കിൽ കുപ്പി പൊട്ടിയാലും കുപ്പീനെ ഞാൻ എന്ത് ചെയ്യും? സംരക്ഷിക്കും, സൂക്ഷിക്കും. പക്ഷെ കുപ്പിക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇമ്മാനുവൽ കാന്റ് പറയുന്നതെന്ന് വെച്ചാല് ഹ്യൂമൻ ബീയിങ്സിനെ ഒരിക്കലും എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? ഈ കുപ്പീനെ പോലെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. ചിലപ്പോൾ ഒരു ഹ്യൂമൻ ബീയിങ് കൊണ്ട് നമുക്ക് ഒരു ഗുണം ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ കൊണ്ട് ഗുണം ഉണ്ടായിരുന്നു, ഇപ്പൊ നമുക്ക് എന്തില്ല? ഗുണമില്ല. എങ്കിലും ആ ഹ്യൂമൻ ബീയിങ് ഒരു ഹ്യൂമൻ ബീയിങ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ഹ്യൂമൻ ബീയിങ്ങിനെ റെസ്പെക്ട് ചെയ്യണം. നമ്മുടെ ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് ഹ്യൂമൻ ബീയിങ്ങിനെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. അതിന് നമ്മൾ എന്ത് പറയുന്നത്? തിയറി ഓഫ് ഫോർമുലേഷൻ ഓഫ് ഹ്യൂമാനിറ്റി. ഡു നോട്ട് യൂസ് ഹ്യൂമൻ ബീയിങ്സ് ആസ് വാട്ട്? A mere means. Do not use human beings as what? A mere means. Okay. അപ്പം അതിനകത്ത് പറയുന്നത് എന്താണ്? Act so that you treat humanity, whether in own person or that of another, always as an end and never as what? A mere means. അതായത് ഓരോ ഹ്യൂമൻ ബീയിങ് is an end in itself. നമ്മുടെ ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടല്ല എന്തുള്ളത്? ഒരു ഹ്യൂമൻ ബീയിങ് ഉള്ളത്. ഓക്കെ, means to use it for your own benefit without no thought to the interest or the benefit of the thing you are using. Humans are an end in itself. Humans should not be manipulated for our own benefit. അങ്ങനെയുള്ള മാനിപ്പുലേഷൻ ഒരിക്കലും എന്തായിരിക്കത്തില്ല? എത്തിക്കൽ ആയിരിക്കത്തില്ല. അപ്പം നമ്മുടെ ആദ്യത്തെ ഫോട്ടോ കണ്ടില്ലേ? അവിടെ ഒരു പാലത്തിന്റെ മുകളിൽ ഒരു വലിയ മനുഷ്യൻ നിൽക്കുന്ന കണ്ടില്ലേ? ആ വലിയ മനുഷ്യൻ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. ഹീസ് എ ഹ്യൂമൻ ബീങ്. ഹീ ഷുഡ് നോട്ട് ബി യൂസ്ഡ് ആസ് എ മീൻസ് ടു വാട്ട്? സേവ് അനദർ 5 people. 5 പേരുടെ ജീവിതം ഉണ്ട്. പക്ഷെ ഈ വ്യക്തിക്ക് വ്യക്തിയുടേതായ എന്തുണ്ട്? ഒരു വ്യക്തിത്വം ഉണ്ട്. നമ്മുടെ ഒരു ആവശ്യത്തിനോ സൊസൈറ്റിയുടെ ഒരു ആവശ്യത്തിനോ ആ വ്യക്തിനെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. അങ്ങനെ യൂസ് ചെയ്താൽ അതെന്താണ്? തെറ്റാണ്. ദാറ്റ് വയലേറ്റ്സ് വാട്ട്? ഇമ്മാനുവൽ കാന്റ്സ് പ്രിൻസിപ്പിൾ ഓഫ് വാട്ട്? ഹ്യൂമാനിറ്റി. ഓക്കെ, സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് വാട്ട്? ഫോർമുലേഷൻ 1 ആൻഡ് ഫോർമുലേഷൻ 2. അപ്പോൾ ഒരു കാര്യം കാറ്റഗോറിക്കൽ ഇമ്പറേറ്റീവ് ആണെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്താ?
അതൊരു യൂണിവേഴ്സൽ ലോ ആവണം. അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പം ആർ വി ട്രീറ്റിംഗ് ഹ്യൂമാനിറ്റി ആസ് വാട്ട് എ മെയർ മീൻസ്. മൂന്നാമത്തെ പ്രിൻസിപ്പിൾ എന്താണ്? ദർ ഇസ് സംതിങ് കോൾഡ് ആസ് വാട്ട്? പ്രിൻസിപ്പിൾ ഓഫ് ഓട്ടോണോമി. പ്രിൻസിപ്പിൾ ഓട്ടോണോമി എന്ന് പറയുന്നത് ഞാൻ ഒരു കാര്യം ശരിയാണ് എന്ന് ആക്സെപ്റ്റ് ചെയ്യുന്നത് എൻ്റെ ആലോചനയുടെ ഫലമായിട്ടായിരിക്കണം എന്ത് ചെയ്യുക, ഞാൻ ആക്സെപ്റ്റ് ചെയ്യുക. അല്ലാതെ നിയമം എൻ്റെ മേലിൽ ഫോഴ്സ്ഫുള്ളി ഇമ്പോസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കരുത് എന്ത് ചെയ്യുക, ഞാനത് ശരിയായിട്ട് എടുക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ എനിക്ക് സ്റ്റീലിംഗ് തെറ്റാന്ന് തോന്നി. ഞാൻ സ്റ്റീൽ ചെയ്യാതിരിക്കുന്നത് സ്റ്റീലിംഗ് തെറ്റാണെന്ന് തോന്നിയത് കൊണ്ടായിരിക്കണം, അല്ലാതെ ഞാൻ സ്റ്റീൽ ചെയ്താൽ പിടിക്കപ്പെടും എന്ന പേടി കൊണ്ടായിരിക്കരുത് എന്ത് ചെയ്യുക, ഞാൻ സ്റ്റീലിംഗ് ചെയ്യാതിരിക്കുക. അപ്പൊ എൻ്റെ പ്രിൻസിപ്പിള് ഞാൻ ഓട്ടോണോമസ് ആയിട്ട് എന്ത് ചെയ്തതായിരിക്കണം, ചിന്തിച്ചൊരു സാധനം ആയിരിക്കണം. അതിനാ നമ്മൾ എന്ത് പറയുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് ഓട്ടോണോമി. അതിലേക്ക് അധികം പോണ്ട. ഈ രണ്ട് പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്യുക, നോക്കുക. അപ്പൊ ഒരു കാര്യം എത്തിക്കൽ ആണെങ്കിൽ അതെന്ത് ചെയ്യണം, ഈ 3 കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം. ക്ലിയർ ആയോ? ഇനി ഈ കണ്ടീഷൻസ് എന്താണ്? ആബ്സല്യൂട്ട് മസ്റ്റ് ആണ്. ആ കണ്ടീഷൻസ് എന്താണ്? അൺകണ്ടീഷണൽ ആണ്. ഓക്കെ, ഇനി അതായത് നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് സമയത്ത് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞാണോ? ഇല്ല, നിങ്ങൾക്ക് അറിയാവുന്ന ഉദാഹരണമാണ്. നോൺ കോർപ്പറേഷന്റെ സമയത്ത് ചൊരി ചോര എന്ന സ്ഥലത്ത് ഒരു പോലീസ് സ്റ്റേഷനിൽ കുറെ ആൾക്കാർ എന്ത് ചെയ്തു, തീ കത്തിച്ചു. ഓക്കെ, ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് അതിൻ്റെ ഒരു പീക്കിൽ നടക്കായിരുന്നു. ഒരു നല്ലൊരു മൊമെന്റം കിട്ടി, ഒരു നാഷണൽ മൂവ്മെന്റ് ആയിട്ട് നടക്കുമായിരുന്നു. ഓക്കെ, ഗാന്ധിജി ചോരി ചോര ഇൻസിഡന്റ് നടന്ന ഉടനെ എന്ത് ചെയ്യും? നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് കോൾ ഓഫ് ചെയ്യും. ഓക്കെ, വൈ ഡിഡ് ഗാന്ധിജി ഡു ദാറ്റ്? അതായത് ഗാന്ധിജിക്ക് ട്രൂത്ത് ആൻഡ് നോൺ വയലൻസ് എന്തായിരുന്നു? കാറ്റഗോറിക്കൽ ഇമ്പറേറ്റീവ്സ് ആയിരുന്നു. ദേ വർ വാട്ട്? അൺകണ്ടീഷണൽ. ഓക്കെ, അവിടെ കോൺസിക്വൻസ് നോക്കുകയാണെങ്കിൽ നമ്മൾ എന്തായിരുന്നു ചെയ്യേണ്ടത്? വേണമെങ്കിൽ ട്രൂത്ത് ആൻഡ് നോൺ വയലൻസിന് എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് ഡൈല്യൂട്ട് ചെയ്യാം. പക്ഷേ ഫോർ ഗാന്ധിജി ട്രൂത്ത് ആൻഡ് നോൺ വയലൻസ് വർ വാട്ട്? Unconditional. They were categorical imperative. For him, this came before what? The consequence of that particular action. അതുകൊണ്ടാണ് ഗാന്ധിജി എന്ത് ചെയ്തത്? ട്രൂത്ത് ആൻഡ് നോൺ വയലൻസ് എന്ന പ്രിൻസിപ്പിളിനെ തെറ്റിച്ചു. ഗാന്ധിജി എന്ത് ചെയ്തു? ചോരി ചോര ഇൻസിഡന്റ് കോൾ ഓഫ് ചെയ്തു. ഓക്കെ, സോ അതിനെ നമ്മൾ എന്താ പറയുന്നത്? കാറ്റഗോറിക്കൽ ഇമ്പറേറ്റീവ്. ഫോർ എക്സാമ്പിൾ, ഫോർ ഗാന്ധിജി മീൻസ് വേർ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ വാട്ട്? ദ എൻഡ്. മീൻസ് വേർ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ എൻഡ്. നമ്മൾ ക്ലാസ്സിൽ പഠിച്ചില്ലായിരുന്നോ? നമ്മൾ ഫസ്റ്റ് ക്ലാസ് മറ്റേ ഇമോഷൻ ഇന്റലിജൻസിന്റെ ക്ലാസ്സിൽ എന്താ ബോംബെ ഹൈക്കോർട്ട് പറയുന്ന ദ മീൻസ് ഡസ് നോട്ട് നെസസറിലി ജസ്റ്റിഫൈ ദ എൻഡ്. ഓക്കെ, മീൻസ് ആണ് എന്ത് ഫോക്കസ് ചെയ്യുന്നത്? ഇമ്മാനുവൽ കാന്റ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, സി ആക്ഷന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? മീൻസ് എന്ന് പറയാം. ഔട്ട്കമ്മിന് വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം? എൻഡ് എന്ന് പറയാം. ടീലിയോളജിക്കൽ മോഡൽ റീസിംഗ് എൻഡിനെ ഫോക്കസ് ചെയ്യുന്നത്. ഡിയൻറ്റോളജിക്കൽ മോഡൽ റീസിംഗ് എന്താണ്? മീൻസിനെയാണ് ഫോക്കസ്. ഞാൻ ചെയ്യുന്ന ആക്ഷൻ ശരിയാണോ? ഞാൻ ചെയ്യുന്ന ആക്ഷൻ ശരിയാണോ? ഓക്കെ, ഇനി UPSC പല പ്രാവശ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? There is one ethical theory that gives importance to what? Means, and there is another ethical theory that gives importance to what? Ends. Which one do you agree? Okay, ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു കോൺസെപ്റ്റ് ആണ് എന്ത്? നമുക്ക് ആക്ച്വലി എന്താണ്? We can go into what? Something called as what? Harmonious synthesis of the two. Okay, that is always we should be responsible for what? The consequences. But when we pursue those consequences, we should always follow what? The right means. Okay, ഇതെടുക്കാം. ഇനി ഈ രണ്ട് തിയറീസിന്റെ കൂടുതൽ ഡിബേറ്റും ഡിസ്കഷൻസ് ഒക്കെ നമുക്ക് മോറൽ തിങ്കേഴ്സ് പഠിക്കുമ്പോൾ എന്ത് ചെയ്യാം? പഠിക്കാം. ഓക്കെ, സോ ക്ലിയർ വിത്ത് ദിസ്? ഓക്കെ, ഇനി ഞാൻ ആരെയാ നമുക്ക് നമ്മുടെ ആരോമലിനെ വിളിക്കാം. ആരോമലിന് സൗണ്ട് ഉണ്ടോ? ഒരു ഹലോ പറഞ്ഞേ. ഓക്കെ, ആരോമലേ, അതായത് ഇമാജിൻ ആരോമൽ ഈ ലോകത്ത് ജനിച്ചിട്ടില്ല. ഓക്കെ, ജനിക്കാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, ഇതാണ് നമ്മുടെ എർത്ത്. ഓക്കെ, ആരോമല് ലോകത്ത് ജനിക്കാൻ പോവാണ്. ജനിക്കുന്നതിന് മുമ്പ്
ആരോമലിന് ദൈവം ഒരു വരം തന്നു. ഓക്കെ, വരം എങ്ങനെയാന്ന് വെച്ചാല്, എന്താണ് എല്ലാവർക്കും ചുമയാണല്ലോ, എനിക്കും ചുമക്കാൻ തോന്നുന്നു നിങ്ങളുടെ ചുമ കേട്ടിട്ട്. ഓക്കെ, അപ്പൊ ആരോമലിന് കൊടുത്ത വരം എന്താന്ന് വെച്ചാല്, ഈ ലോകത്ത് എങ്ങനെയാ ജനിക്കാൻ പോകുന്നതിന് ആരോമലിന് എന്തില്ല, കൺട്രോൾ ഇല്ല. ഓക്കെ, ചിലപ്പോൾ ആരോമൽ എന്ത് ചെയ്യും, ഇന്ത്യയിൽ ജനിക്കും, ചിലപ്പോൾ ഉഗാണ്ടയിൽ ജനിക്കും, ചിലപ്പം അമേരിക്കയിൽ ജനിക്കും. ചിലപ്പോൾ ആരോമലിന് ഭയങ്കര ബുദ്ധിയായിരിക്കും, ചിലപ്പോൾ ബുദ്ധിയേ ഉണ്ടാവില്ല. ചിലപ്പോൾ ആരോമലിന് സ്പോർട്സ് കഴിവുണ്ടാവും, ചിലപ്പോൾ പാടാൻ കഴിവുണ്ടാവും. ചിലപ്പോൾ ആരോമൽ SC കമ്മ്യൂണിറ്റിയിലാവും, ചിലപ്പോൾ ജനറൽ കമ്മ്യൂണിറ്റിയിലാവും. മനസ്സിലായോ? എങ്ങനെ വേണമെങ്കിൽ ആരോമൽ എന്ത് ചെയ്യാം, ജനിക്കാം. അത് ആരുടെ കയ്യിലാ? ദൈവത്തിന്റെ കയ്യിലാ. അത് ആരുടെ കയ്യിലാ? ദൈവത്തിന്റെ കയ്യിലാ. പക്ഷെ ആരോമലിന് ചില ബെനിഫിറ്റ്സ് ഞാൻ തരാം. ഓക്കെ, ഞാനല്ല കേട്ടോ, ദൈവം. ഓക്കെ, ആരോമലിന് ജനിക്കുന്നതിന് മുമ്പ്, ഒരു മിനിറ്റ്, ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മൾ ഉടൻ വരെ എത്തി. അപ്പൊ ആരോമലിന് എങ്ങനെ ഈ ലോകത്ത് ജനിക്കുമെന്ന് എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. പക്ഷെ ലോകത്ത് ജനിക്കുന്നതിന് മുമ്പ് ആരോമൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്ന വെച്ചാല്, ഒന്ന് ഈ ലോകം മുഴുവൻ എന്ത് ചെയ്യാം, ഒന്ന് ചുറ്റി സഞ്ചരിക്കാം. ഓക്കെ, ചുറ്റി സഞ്ചരിച്ചിട്ട് ഈ ലോകത്ത് എങ്ങനെയാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന് എന്ത് ചെയ്യാം, ആരോമലിന് ഒന്ന് ഡിസൈഡ് ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ വരം എന്താന്ന് വെച്ചാല്, അങ്ങനെ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാല് ഈ ലോകത്ത് ഉള്ള എല്ലാ റൂൾസും റെഗുലേഷൻസിനും ആരോമലിന് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം. ഓക്കെ, അതായത് എങ്ങനെയാണ് ഈ ലോകത്തിന്റെ റിസോഴ്സസും റൈറ്റ്സും ലോസും ഈ ലോകത്തുണ്ടാവുന്ന എന്ത് ചെയ്യാം, ആരോമലിന് സെറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആരോമൽ ഇത് എങ്ങനെ സെറ്റ് ചെയ്യും? അത് നമുക്ക് തൽക്കാലം ഇന്ത്യയിൽ നിന്ന് തുടങ്ങാം. അല്ല, മൊത്തത്തിലാണ്. കാരണം എന്ന് വെച്ചാൽ എവിടെ ഇന്ത്യ ജനിക്കുമോ നമുക്ക് അറിയില്ലല്ലോ. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടെ ചോദിക്കണം, അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ഒന്നും മനസ്സിലാവത്തില്ല. വെരി ഗുഡ്. അതായത് ആരോമൽ ഈ ലോകത്ത് ജനിച്ചിട്ടില്ല, അതൊക്കെ ആണല്ലോ. ആരോമൽ ഈ ലോകത്ത് ജനിക്കാൻ വേണ്ടി പോവാം. ഇപ്പൊ ജനിക്കാൻ പോകുന്നതിന് മുമ്പ് ദൈവം ആരോമലിനെ വിളിച്ചിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ തന്നു. ആരോമല് ഈ ലോകത്ത് എങ്ങനെ ജനിക്കുമെന്ന് അറിയത്തില്ല. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഇവിടെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് എന്തുണ്ട്, ഒരു ഐഡന്റിറ്റി ഉണ്ട്, ശരിയല്ലേ? ചിലപ്പോൾ നിങ്ങൾ ആണോ പെണ്ണോ ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും, വേറെ ഏതെങ്കിലും ജെൻഡർ ആയിരിക്കും. നിങ്ങൾക്ക് എന്തായിരിക്കും, നിങ്ങൾക്ക് ഒരു സർട്ടൻ എമൗണ്ട് ബുദ്ധി തന്നിട്ടുണ്ട്, അല്ലേ? ചിലപ്പോൾ നിങ്ങളൊരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിലായിരിക്കും, ഒരു റിലീജിയനിലായിരിക്കും, ശരിയല്ലേ? നിങ്ങളുടെ ആ ഒരു ഐഡന്റിറ്റി ഈ ലോകത്ത് നിങ്ങൾക്ക് ചില ബെനിഫിറ്റ്സ് തരുന്നില്ലേ? ഓക്കെ, ഇതൊന്നും എന്തില്ല, ആരോമലിനെ അറിയത്തില്ല. ഇത് എവിടെ വേണമെങ്കിലും ആരോമൽ എന്ത് ചെയ്യാം, ജനിക്കാം. അതാ ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ ഇന്ത്യയിലായിരിക്കും, ഉഗാണ്ടയിലായിരിക്കും, സിംബാബ്വേയിലായിരിക്കും. ചിലപ്പോൾ ആണായിട്ടായിരിക്കും, പെണ്ണായിട്ടായിരിക്കും, ട്രാൻസ്ജെൻഡേർഡ് ആയിട്ടായിരിക്കും. ചിലപ്പോൾ ഏബിൾ ബോഡി ആയിരിക്കും, ചിലപ്പോൾ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിരിക്കും. ചിലപ്പോൾ ഏതെങ്കിലും വില്ലേജിലായിരിക്കും, ചിലപ്പോൾ ഏതെങ്കിലും സിറ്റിയിലായിരിക്കും. എങ്ങനെ ജനിക്കും, ഈ ജനിച്ചാൽ ആരോമലിനുള്ള കഴിവുകളോ ബെനിഫിറ്റ്സോ പ്രിവിലേജസോ ഇതിനെ പറ്റിയിട്ട് ഒന്നും എന്ത് ചെയ്യത്തില്ല, ആരോമലിന് അറിയത്തില്ല. ദൈവം എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാം, ആരോമൽ എന്ത് ചെയ്യാം, കൊണ്ടിടാം. പക്ഷേ ദൈവം ആരോമൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 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 വരം തരുന്നുണ്ട്.
ഈ ലോകത്ത് ജനിക്കുന്നതിന് മുമ്പ് കുറെ ഓൾട്ടർനേറ്റ് യൂണിവേഴ്സുകൾ ഉണ്ടെന്നിരിക്കട്ടെ. ജനിക്കുന്നതിന് മുമ്പ് ആരോമൽ ജനിക്കുന്ന ലോകത്തിലെ നിയമങ്ങൾ ആർക്ക് സെറ്റ് ചെയ്യാം? ആരോമലിന് സെറ്റ് ചെയ്യാം. നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ നിയമങ്ങളും, മനസ്സിലായി? ഇപ്പം ഗവൺമെന്റിന്റെ നിയമങ്ങൾ, ജോലിയുടെ നിയമങ്ങൾ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ റിസർവേഷൻ, മനസ്സിലായോ? അല്ലെങ്കിൽ ഒരു എൻട്രൻസ് പരീക്ഷ, മനസ്സിലായോ? അല്ലെങ്കിൽ റിട്ടയർമെന്റ് ഏജ്, മനസ്സിലായോ? ഇതൊക്കെ ഇങ്ങനത്തെ കുറെ നിയമങ്ങളുണ്ടല്ലോ. ഈ നിയമങ്ങളൊക്കെ ആർക്ക് സെറ്റ് ചെയ്യാം? ആരോമലിന് സെറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആരോമൽ എങ്ങനെ നിയമം സെറ്റ് ചെയ്യും? ഞാൻ കുറച്ചും കൂടെ ഒന്ന് ആരോമലിനെ ഗൈഡ് ചെയ്യാം. അതായത് ഈ ലോകത്ത് ഞാൻ എങ്ങനെ ജനിച്ചാലും എനിക്ക് ബെനിഫിഷ്യൽ ആവുന്ന രീതിയിലല്ലേ ആരോമൽ എന്ത് ചെയ്യത്തുള്ളൂ? ആ നിയമങ്ങൾ സെറ്റ് ചെയ്യത്തുള്ളൂ. ആരോമൽ വിൽ ട്രൈ ടു ബി വാട്ട്? ആബ്സല്യൂട്ട്ലി ഫെയർ. ആരോമൽ വിൽ ട്രൈ ടു ബി വാട്ട്? ആബ്സല്യൂട്ട്ലി ഫെയർ. കാരണം ഞാൻ ചിലപ്പോൾ എന്തായിരിക്കും, ഒരു ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യാൻ ഞാൻ ഈ ലോകത്ത് ജനിക്കുക. അങ്ങനെ ജനിക്കുവാണെങ്കിൽ എനിക്ക് ബാക്കിയുള്ളവരെ പോലെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം? യാത്ര ചെയ്യാൻ വേണ്ടി പറ്റണ്ടേ? എനിക്ക് എന്ത് വേണം? ഫ്രീഡം ഓഫ് മൊബിലിറ്റി വേണം. ഓക്കെ, ഞാൻ ചിലപ്പോൾ എന്ത് ചെയ്യായിരിക്കും, ഒരു 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 റിസർവ് കമ്മ്യൂണിറ്റിയിലായിരിക്കും ജനിക്കുക. ചില ഹിസ്റ്റോറിക്കൽ റീസൺസ് കാരണം എനിക്കൊരു എക്സ്ട്രാ പുഷ് പോയാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, എനിക്ക് ബാക്കിയുള്ളവരുടെ അടുത്ത് എത്താൻ വേണ്ടി പറ്റത്തുള്ളൂ. ചിലപ്പോൾ എനിക്ക് എന്താവത്തില്ല, ഞാനൊരു പാവപ്പെട്ട ഫാമിലിയിലായിരിക്കും ജനിക്കുക. എനിക്ക് ബാങ്ക് ലോൺസോ എനിക്ക് ഫിനാൻഷ്യൽ എയ്ഡോ ഗവൺമെന്റ് തന്നാൽ മാത്രമേ ചിലപ്പോൾ എന്ത് ചെയ്യത്തുള്ളൂ, എനിക്ക് പഠിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ ഇങ്ങനൊരു അവസ്ഥയിൽ നിന്ന് ഞാൻ എടുക്കുന്ന തീരുമാനം എന്തായിരിക്കും? ആബ്സല്യൂട്ട്ലി ഫെയർ ആയിരിക്കും. എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും ഒരുപോലെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഞാൻ തീരുമാനം എടുക്കാം. ഓക്കെ, അപ്പം ജോൺ റോൾസ് പറയുന്നത് എന്താന്ന് വെച്ചാല് ethics is equal to what? Fairness. Ethics is equal to what? Fairness. Ethics is equal to fairness. നിങ്ങൾ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഫെയർ ആയിട്ടാണ് നിങ്ങൾ ഡിസൈഡ് ചെയ്തെങ്കിൽ നിങ്ങൾ ആക്ച്വലി എന്താവുകയാണ്? എത്തിക്കൽ ആവുകയാണ്. പക്ഷേ ജോൺ റോൾസ് പോയിന്റ് ഔട്ട് ചെയ്യുന്ന എന്താന്ന് വെച്ചാല് സാധാരണ രീതിയിൽ നമുക്ക് ആർക്കും എന്താവാൻ വേണ്ടി പറ്റത്തില്ല? ഫെയർ ആവാൻ വേണ്ടി പറ്റില്ല. കാരണം നമ്മുടെ കറണ്ട് പൊസിഷൻ നമ്മൾ എന്തുണ്ടാവും? ബയസ് ഉണ്ടാക്കും. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് അതായത് നമുക്ക് UPSC ഒരു 40% സീറ്റ് ഫീമെയിൽ റിസർവേഷൻ ആക്കിയാലോ? എത്ര പേര് എഗ്രി ചെയ്യും? %40 സീറ്റ് ഇപ്പം IIMസിലൊക്കെ ഇല്ലേ? IIMസിലൊക്കെ എന്തുണ്ട്? എന്താ, ഗേൾസിന് കോട്ട ഉണ്ട്. നമുക്ക് UPSC ഒരു 40% സീറ്റ്. കാരണം ഇപ്പോഴേ UPSC, പക്ഷെ ഇപ്പൊ എല്ലാരും ജയിക്കുന്ന ഒരു പെണ്ണുങ്ങളാട്ടോ. കഴിഞ്ഞ കുറച്ച് റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അവസാനം അഡ്മിനിസ്ട്രേഷൻ ഫുള്ളും ഗേൾസ് ആയിരിക്കും. ഓക്കെ, ഒരു 40% റിസർവേഷൻ നമുക്ക് ഗേൾസിന് ആക്കുന്നതിൽ എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഹൗ മെനി ആർ ഗോയിങ് ടു എഗ്രി? കള്ളം പറയല്ലേ. താങ്കൾക്ക് അഭിപ്രായം ഉണ്ടോ? ഉണ്ടോ? പിന്നെന്താ കൈ പൊക്കാതിരുന്നേ? എന്താക്കിയ? എന്നാ നമുക്ക് IITകളിൽ 40% ഗേൾസ് ആക്കിയാലോ? അതെങ്ങനെയുണ്ട്? IITകളിൽ 40%. ശരിയാ, UPSC ഇപ്പം മോറലെസ് എന്താണ് ആ ഒരു ഡൈവേഴ്സിറ്റി വരുന്നത്. നമുക്ക് IITസിൽ 40% ഗേൾസ് ആക്കിയാലോ? എന്താ അഭിപ്രായം? അതായിക്കോ, എന്റെ കാര്യം കഴിഞ്ഞല്ലോ എന്നാണ് അവനിരിക്കുന്നത്. ഇനി എന്തായാലും എനിക്കെന്താ? Okay, see, now what I'm trying to say is that, see, my identity as a boy or girl, that is going to what? Definitely affect my decision. I cannot be what? Absolutely fair. എനിക്ക് എന്താവാൻ വേണ്ടി പറ്റുന്നില്ല? ഫെയർ ആവാൻ വേണ്ടി പറ്റുന്നില്ല. അല്ലെങ്കിൽ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം. നമുക്ക് SC/SC കമ്മ്യൂണിറ്റിയുടെ കോട്ട നമുക്കിപ്പോ 10 ഒരു 25 ആക്കിയാലോ? ഇപ്പൊ എന്തെങ്കിലും ബെല്ല് റിങ് ചെയ്യുന്നില്ലേ? പക്ഷെ where does that come from? Our current identity is actually what? Creating a bias there. There is actually creating what? Bias. നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് പലതും എന്തായിരിക്കത്തില്ല? ഫെയർ ആയിരിക്കത്തില്ല. കാരണം എൻ്റെ ഐഡന്റിറ്റി എനിക്ക് ബെനിഫിറ്റ് ചെയ്തെന്നായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? കോൺസ്റ്റന്റ്ലി ആലോചിക്കുക. ജോൺ റോൾസ് പറയുന്നത് എന്താണ്? നമ്മുടെ ഐഡന്റിറ്റി എന്ത് ചെയ്യുക? അങ്ങ് ഡിസോൾവ് ചെയ്യുക. അതിനുള്ളൊരു തോട്ട് എക്സ്പെരിമെന്റ് ഞാൻ നേരത്തെ പറഞ്ഞ. അതായത് നിങ്ങൾക്ക് ഈ ലോകത്തിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ജനിക്കുന്നത് നിങ്ങൾക്ക് അറിയത്തില്ല.
പക്ഷേ ഈ ലോകത്തിലെ നിയമങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സെറ്റ് ചെയ്യാം. അങ്ങനെ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന നിയമങ്ങൾ നിങ്ങൾ എങ്ങനെ ഈ ലോകത്ത് ജനിച്ചാലും നിങ്ങൾക്ക് ഫെയർ ആവുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യത്തുള്ളൂ? സെറ്റ് ചെയ്യത്തുള്ളൂ. സോ ഹീ സേയിങ് ഇസ് that fairness is actually what? Ethical in nature. Okay. ഇത് മനസ്സിലായിട്ടുണ്ടാവാം, മനസ്സിലായിട്ടുണ്ടാവില്ല, ഡൗട്ടുകൾ എടുക്കാം. സാർ ഇത് ഫുള്ള് ഒന്നും കൂടെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നതിന് പകരം സ്പെസിഫിക് പോയിന്റ്സിലുള്ള ഡൗട്ട് എന്ത് ചെയ്യുക? ചോദിച്ചാൽ എനിക്ക് കുറച്ചും കൂടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ആദ്യം ഇതൊന്ന് വായിക്കാം. ജോൺ റോൾസ് ഇക്വേറ്റ് ethics as what? Ethics as fairness. John Rawls provides an ethical theory that places the concept of justice at its center. Okay. Among the essential features of the situation is that no one knows his place in the society, his class position, or social status, nor does anyone know his fortune in the distribution of natural assets and abilities, his intelligence, strength, and the like. I shall even assume that the parties do not know their conception of good or the special psychological propensities. The principle of justice are chosen behind a veil of ignorance. അതായത് നമുക്ക് ഫെയർ ആയിട്ടൊരു ഡിസിഷൻ എടുക്കണമെങ്കിൽ നമ്മുടെ കറണ്ട് എല്ലാ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും നമ്മുടെ കറണ്ട് ഐഡന്റിറ്റികളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു വെയിൽ ഓഫ് ഇഗ്നറൻസിന്റെ പുറകിൽ നിന്ന് എന്ത് ചെയ്യണം? നമ്മൾ നോക്കണം. ഓക്കെ ഓക്കെ ഇനി ഇങ്ങനെ കുറെ തിയറി പറഞ്ഞാൽ മതിയോ? ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ചില പ്രിൻസിപ്പിൾസ് വേണം. ഓക്കെ, സോ ഹി കംസ് അപ്പ് വിത്ത് വാട്ട്? 2 പ്രിൻസിപ്പിൾസ്. ഓക്കെ, ഏതൊക്കെ പ്രിൻസിപ്പിളാ? ഈക്വൽ ലിബർട്ടി പ്രിൻസിപ്പിൾ, മറ്റെന്താണ്? പ്രിൻസിപ്പിൾ 1ഉം പ്രിൻസിപ്പിൾ 2ഉം. പ്രിൻസിപ്പിൾ 1 എന്താ വരുന്നത്? ഈക്വൽ ലിബർട്ടി പ്രിൻസിപ്പിൾ. ഓക്കെ, ഇതെല്ലാം കൂടെ ഒന്നിച്ച് വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു കോൺസെപ്റ്റ് മെറ്റീരിയലൈസ് ചെയ്യാൻ വേണ്ടി പോയ ഇൻഡിപെൻഡന്റ് ആയിട്ട് എടുത്താൽ എന്ത് ചെയ്യത്തില്ല? വരത്തില്ല. ഇനി ഈക്വൽ ലിബർട്ടി പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണ്? See, in a society, everyone should have what? Equal opportunities. Everyone should have what? Equal opportunities. ഇനി പ്രിൻസിപ്പിൾ 2 പറയുന്നത് എന്താണ്? അല്ലെ സോറി, പ്രിൻസിപ്പിൾ 1 പറയുന്നത് everyone should have what? Equal liberty principle. എല്ലാവർക്കും എന്തുണ്ടാവണം? ലിബർട്ടി ഉണ്ടാവണം. അതായത് ഞാൻ എന്ന വ്യക്തിക്ക് എനിക്ക് ഇഷ്ടമുള്ള കാര്യം എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം? ചെയ്യാൻ വേണ്ടി പറ്റണം. പ്രൊവൈഡഡ് ഐ ഡു നോട്ട് വയലേറ്റ് ദ റൈറ്റ് ഓഫ് അതേഴ്സ് ടു ഡു സോ. ഇപ്പൊ എല്ലാവർക്കും എന്തും ചെയ്യാനുള്ള എന്തുണ്ട്? ഫ്രീഡം ഉണ്ട്. നമ്പർ 1. സെക്കൻഡ് വൺ എന്താണ്? ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി. ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പോസ്റ്റും ആരെയും എന്ത് ചെയ്യുന്നില്ല? പുറത്ത് നിർത്തുന്നില്ല. എല്ലാ പോസ്റ്റിലേക്കും എല്ലാവരും എന്താണ്? വെൽക്കം ആണ്. ക്ലിയർ ആയോ? ഇനി ഈ 2 പ്രിൻസിപ്പിൾ മാത്രം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തു എന്നിരിക്കട്ടെ, എന്താ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്? ഈക്വൽ ലിബർട്ടി പ്രിൻസിപ്പിളും ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി പ്രിൻസിപ്പിൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് എന്ത് പറ്റും? എന്താ ശ്രീലക്ഷ്മി ഒന്നും കേൾക്കുന്നില്ല? ഏതാ കോൺട്രഡിക്റ്റിംഗ്? അപ്പൊ നമ്മൾ ഈക്വൽ ലിബർട്ടി പ്രിൻസിപ്പിളും ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി മാത്രം നമ്മുടെ സൊസൈറ്റിയിൽ ഇംപ്ലിമെന്റ് ചെയ്ത് എന്ത് പറ്റും? കൂടുതൽ പൈസയും കൂടുതൽ റിസോഴ്സസ് ഉള്ളവര് ഈ ഓപ്പർച്യൂണിറ്റി മുഴുവൻ എന്ത് ചെയ്യും? സീക്ക് ചെയ്യും. അതല്ലേ സംഭവിക്കുക? അല്ലേ? എല്ലാവർക്കും എന്തും ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. എല്ലാ ജോലിയിലേക്കും ഒരേ ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പം കൂടുതൽ റിസോഴ്സസും കൂടുതൽ പ്രിവിലേജും കൂടുതൽ കണക്ഷൻസും കൂടുതൽ കോണ്ടാക്ട് ഉള്ളവർ എന്ത് ചെയ്യും? ഈ ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ആണ് അവരായിരിക്കത്തില്ലേ കയറുക. ഓക്കെ, ഇപ്പൊ സൊസൈറ്റി എന്താവുകയാണ്? അൺഈക്വൽ ആവുമല്ലേ? ഓക്കെ, അവിടെയാണ് എന്ത് വരുന്നത്? ഡിഫറൻസ് പ്രിൻസിപ്പിൾ വരുന്നത്. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഗവൺമെന്റ് എന്ത് ചെയ്യണം? ചില പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്ത് ചെയ്യണം? ഗവൺമെന്റ് കൊണ്ടുവരണം. പോസിറ്റീവ് ഡിഫറൻസ് എന്ത് ചെയ്യണം? ഗവൺമെന്റ് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുന്ന ഡിഫറൻസ് എപ്പോഴും ആർക്ക് ഫേവറബിൾ ആയിരിക്കണം? സൊസൈറ്റിയുടെ ലീസ്റ്റ് അഡ്വാൻറ്റേജ് സൊസൈറ്റീസ് എന്തായിരിക്കണം? ഫേവറബിൾ ആയിരിക്കണം. അല്ലെങ്കിൽ സൊസൈറ്റി ലീസ്റ്റ് വെൽ ഓഫ് ആയിട്ടുള്ളവർക്ക് എന്ത് ചെയ്യണം? ഫേവറബിൾ ആക്കണം. അങ്ങനെ കൊണ്ടുവന്ന ലോങ് റണ്ണിൽ എന്ത് സംഭവിക്കും? ഈ ഒരു ഡിഫറൻസ് ഇല്ലാതാവും. ഓക്കെ, ഇപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മളൊരു സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോൾ അതിനകത്ത് ചില എന്തുണ്ടാവണം? ഇൻഇക്വാളിറ്റീസും ഡിഫറൻസിയേഷൻസും ഉണ്ടാവണം. ആ ഡിഫറൻസിയേഷൻസ് എപ്പോഴും ആർക്ക് ഫേവറബിൾ ആയിരിക്കണം? സൊസൈറ്റിയുടെ ലീസ്റ്റ് വെൽ ഓഫിന് ഫേവറബിൾ ആയിരിക്കണം. കാരണം
അതാണ് കാരണം നമ്മൾ ഈ ലോകത്ത് നമുക്ക് എങ്ങനെ ജനിക്കുമെന്ന് അറിയില്ല. ചിലപ്പോൾ നമ്മളൊരു ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ഡിഫറെന്റ്ലി ഏബിൾഡ് ആൾക്കാർക്ക് സ്പെഷ്യൽ പ്രിവിലേജസ് വേണ്ടേ? അവരെ എല്ലാവരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്താൽ മതിയോ? ഞാനും അത് ആഗ്രഹിക്കത്തില്ല. എനിക്ക് എങ്ങനെ ഈ ലോകത്ത് ജനിക്കാൻ? ചിലപ്പോൾ ഞാനൊരു SC/ST കമ്മ്യൂണിറ്റിയിലായിരിക്കും, ചിലപ്പോൾ ഞാനൊരു റൂറൽ കമ്മ്യൂണിറ്റിയിലായിരിക്കും, ചിലപ്പോൾ ഞാൻ ജനിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ അവിടെ എന്തുണ്ടാവത്തില്ല, റോഡ് ഉണ്ടാവത്തില്ല. ആ റോഡ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, കമ്മിങ് ജനറേഷൻസ് സക്സസ്ഫുൾ ആവാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പം എല്ലാവരും നമ്മൾ ഒരുപോലെ പരിഗണിക്കണം. പക്ഷേ സൊസൈറ്റിയിലെ വീക്കർ സെക്ഷൻസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കണം. എന്നാൽ മാത്രമേ ലോങ് ടേമിൽ എന്ത് ചെയ്യത്തുള്ളൂ, അവരും സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് വരത്തുള്ളൂ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ വേണ്ട? ഈക്വൽ ലിബർട്ടി പ്രിൻസിപ്പിളും ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ സൊസൈറ്റിയിൽ എന്ത് ചെയ്യുന്നു, ഡിഫറൻസ് വരും. സൊസൈറ്റിയിൽ ഒരു ഇൻഇക്വാളിറ്റി വരും. അവിടെയാണ് എന്ത് വരുന്നത്, ഡിഫറൻസ് പ്രിൻസിപ്പിൾ വരുന്നത്. ഡിഫറൻസ് പ്രിൻസിപ്പിൾ പറയുന്നത് ഇറ്റ് റിക്വയർസ് ദാറ്റ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇൻഇക്വാളിറ്റീസ് ബി അറേഞ്ച് സോ ദാറ്റ് ദേ ബെനിഫിറ്റ് ദോസ് ഹു ആർ ലീസ്റ്റ് അഡ്വാൻറ്റേജ്. അപ്പൊ നമുക്ക് ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഫെയർ ആവണമെങ്കിൽ എന്തൊക്കെ സംഭവിക്കണം? അവിടെ എല്ലാവർക്കും ഫ്രീഡം ഉണ്ടാവണം, എല്ലാവർക്കും ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവണം. പക്ഷേ അവിടെ ചില ഡിഫറൻസുകൾ വേണം. ആ ഡിഫറൻസ് ആർക്ക് ഫേവറബിൾ ആയിരിക്കണം? ലീസ്റ്റ് വെൽ ഓഫിന് ഫേവറബിൾ ആയിരിക്കണം, വീക്കർ സെക്ഷൻസിന് ഫേവറബിൾ ആയിരിക്കണം. എന്നാൽ മാത്രമേ അത് എന്ത് ചെയ്യത്തുള്ളൂ, ഓവറോൾ അവിടെ ഫെയർനെസ് വരുത്തുള്ളൂ. അങ്ങനെ ഡിസൈൻ ചെയ്യുന്ന സിസ്റ്റംസും അങ്ങനെ വരുന്ന ഔട്ട്കംസും എന്തായിരിക്കും, എത്തിക്കലായിരിക്കും എന്ന് ആര് പറയുന്നത്? ജോൺ റോൾസ് പറയുന്നത്. സോ ഹി ഈസ് ഇക്വേറ്റിംഗ് എത്തിക്സ് ആസ് വാട്ട്? ഫെയർനെസ്. Okay. The basis of such principles is found in the concept of John Rawls termed in the original position. The veil of ignorance is a method of determining the morality of certain issue based upon the following thought experiment. If we knew nothing about the world where we would end up, what sort of a society would we be feel safe to enter? If we knew nothing about where we would end up, what sort of society would we feel safe to enter? Okay, for example, ചിലപ്പം സൊസൈറ്റിയിൽ സ്ലേവറി ഉണ്ട് എന്നിരിക്കട്ടെ. ഓക്കെ, അപ്പം ആരോമലിന് ഇതുവരെ എന്ത് ചെയ്യത്തില്ല, ആരോമലിന് ഈ ലോകത്ത് ജനിച്ചിട്ടില്ല. ഓക്കെ, ആരോമൽ നിയമങ്ങൾ ഉണ്ടാക്കുകയാണ്. അപ്പൊ ആരോമൽ ആലോചിക്കുകയാണ്, ഞാൻ സ്ലേവറി പെർമിറ്റ് ചെയ്യണോ പെർമിറ്റ് ചെയ്യണ്ടോ? ആരോമൽ എന്താ ചെയ്യാ? സ്ലേവറി പെർമിറ്റ് ചെയ്യോ? സ്ലേവറി പെർമിറ്റ് ചെയ്യത്തില്ല. കാരണം ഞാൻ ചിലപ്പോൾ ഒരു സ്ലേവ് ആയിട്ട് ജനിച്ചാലോ, ഐ ഡോണ്ട് വോണ്ട് ടു ബി ദാറ്റ്. ഓക്കെ, അല്ലെങ്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ലീഗൽ ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആരോമൽ എന്താ, അതായത് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ലീഗൽ ആക്കിയിട്ടുണ്ട്. വുഡ് ആരോമൽ അലൗ ദാറ്റ്? there is a possibility that what he might be born as a race which is disadvantaged. Okay, ഇനി നമുക്ക് വേറെ ക്വസ്റ്റ്യൻസ് എടുക്കാം. അതായത് സെക്ഷൽ മൈനോറിറ്റീസിന് സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കണോ? See, everyone is born into this particular world. Anyone can be anywhere. Okay, അപ്പൊ അവർക്ക് ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം, ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കണം. They should not be what secluded from the society. അപ്പൊ നമ്മൾ ആ ഒരു വാൻറ്റേജ് പോയിന്റിൽ നിന്ന് ആലോചിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, we would be able to take what a fair decision. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് എന്താണ്, നമ്മളായിട്ടാണ് പല തീരുമാനങ്ങൾ എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. നമുക്ക് ബെനിഫിറ്റ് ആവുന്ന തീരുമാനങ്ങൾ അത് പലപ്പോഴും എന്താവണമെന്നില്ല, ഫെയർ ആവണമെന്ന് ഇല്ല. Okay, clear with this? Okay, any doubts? സാർ ഇത് മുഴുവൻ ഒന്നും കൂടെ പറയാവോ ചോദിക്കരുത്. കുഞ്ഞു ഡൗട്ട്സ് അല്ലെങ്കിൽ ഇങ്ങനെ പോയി സാർ ആദ്യം പറഞ്ഞൊന്ന് പറയാവോ? ആദ്യം എനിക്ക് മനസ്സിലായി സാർ, നീ രണ്ടാമത് പറഞ്ഞേ. നീ ഡൗട്ട്സ് മനസ്സിലായോ? ഉറപ്പാണോ നിനക്ക്? കുഴപ്പമില്ല. ഓക്കെ. So here ethics is equated as what? Fairness. Okay. ഇനി നെക്സ്റ്റ് എന്താണ്? Ethics of care. Okay. See, this is something that is very simple. Care എന്ന് പറഞ്ഞാൽ എന്താണ്? What is meant by care? Care എന്ന് പറഞ്ഞാൽ, see, someone is facing a difficulty. We are able to what? Understand that particular difficulty and we want to do something to what? Alleviate that particular difficulty. അതിനെ നമ്മൾ എന്ത് പറയുന്നത്? കെയർ എന്ന് നമ്മൾ പറയാം. ഓക്കെ, അതിനകത്ത് വലിയ കോംപ്ലക്സ് പ്രിൻസിപ്പിൾസ് ഒന്നുമില്ല. നമ്മുടെ ചുറ്റുവട്ടത്ത് ആർക്കെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ആ ബുദ്ധിമുട്ട് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്? എത്തിക്കൽ ആണ്. ഓക്കെ, ഇറ്റ് സിംപ്ലി മീൻസ് വാട്ട്? ഷോ കെയർ ആൻഡ് കമ്പാഷൻ. ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്? എത്തിക്സ് ഓഫ് കെയർ എന്ന് നമ്മൾ പറയാം. ഓക്കെ,
Care means what? Protecting someone or something and providing what the person or thing needs. Emphasis on the importance of response. A morality of care rests on the understanding of relationship and highlights the interdependence of all individuals. Okay, ഇതിനാണ് നമ്മൾ എന്താ പറയുന്നത്? Ethics of care എന്ന് നമ്മൾ പറയാം. Just demonstrate what? Care and compassion. Okay. ഇനി ലാസ്റ്റ് എന്താണ്? Contractarian school. ലാസ്റ്റ് എന്താണ്? Contractarian school. Okay. പിന്നെ ഇതുവരെ ഉള്ളൊന്ന് see. How do we define ethics? Ethics is a systematic study of moral action, of what is right and what is wrong, based on established standards. Established standards എന്ന് പറഞ്ഞാൽ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സ്. ഇനി വെർച്യു എത്തിക്സ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് എന്താ? ക്യാരക്ടർ ഓഫ് ദ ഇൻഡിവിജ്വൽ. യൂട്ടിലിറ്റേറിയൻസ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് എന്താണ്? ഗ്രേറ്റസ്റ്റ് ഗുഡ് ഫോർ ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് പീപ്പിൾ. കാണ്ടിയൻ എത്തിക്സിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് എന്താ? യൂണിവേഴ്സൽ ലോ, അല്ലെങ്കിൽ ഡ്യൂട്ടി, അല്ലെങ്കിൽ ട്രീറ്റ് ഹ്യൂമാനിറ്റി ആസ് ആൻ എൻഡ് ഇൻ ഇറ്റ് സെൽഫ്. ജോൺ റോൾസിൽ നമ്മൾ എന്താണ് എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്? ഫെയർനെസ്. എത്തിക്സ് ഓഫ് കെയറിൽ എന്താണ് എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്? കെയർ ആൻഡ് കമ്പാഷൻ. ഓക്കെ. ഇനി കോൺട്രാക്ടറിയൻ സ്കൂളിലുള്ള എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ് എന്താണ്? കോൺട്രാക്ട് ബിക്കംസ് വാട്ട്? ദ എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. അതായത് here we are trying to answer the question, why following the just laws of the land is ethical in nature? Why following just laws of the land? Just എന്നല്ല, അതായത് just means what? Justice in the just. ഇത് ഒരു രാജ്യത്തിലെ നിയമങ്ങൾ ഫോളോ ചെയ്യുന്നത് എന്താണ്? ഒരു എത്തിക്കൽ ആക്ട് ആണ് എന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമ്മൾ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ഇനീഷ്യലി മാൻ വാസ് ഇൻ സംതിങ് കോൾഡ് ആസ് വാട്ട്? സ്റ്റേറ്റ് ഓഫ് നേച്ചർ. സ്റ്റേറ്റ് ഓഫ് നേച്ചറിൽ എന്തായിരുന്നു? മാൻ എൻജോയ്ഡ് അൺലിമിറ്റഡ് ഫ്രീഡം. ഓക്കെ, ബട്ട് there was no order. ഓക്കെ, എല്ലാവരും അവർക്ക് ഇഷ്ടമുള്ള പോലെ എന്ത് ചെയ്യാം? ജീവിക്കാം. പക്ഷെ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കോ എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇപ്പൊ സ്റ്റേറ്റ് ഓഫ് നേച്ചറിൽ നിൽക്കുന്നതിന് വരെ മനുഷ്യൻ എന്ത് ചെയ്തു? ബെറ്റർ ഓൾട്ടർനേറ്റീവ്സ് തേടി. അപ്പൊ മനുഷ്യൻ എന്ത് തീരുമാനിച്ചു? നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു സൊസൈറ്റിയുടെ ഭാഗമാവാം. എന്തിന്റെ ഭാഗമാവാം? ഒരു സൊസൈറ്റിയുടെ ഭാഗമാവാം. അങ്ങനെ അവരെല്ലാവരും കൂടെ എന്ത് ചെയ്തു? ഒന്നു ചേർന്ന് ഒരു സൊസൈറ്റിയുടെ ഭാഗമായി. സൊസൈറ്റിയുടെ ഭാഗമാകുമ്പം അവിടെ എന്ത് വേണം? there should be certain common standards of what is right and what is wrong. അങ്ങനെ കോമൺ സ്റ്റാൻഡേർഡ്സ് എൻഷുർ ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം? ഒരു അതോറിറ്റി വേണം. എന്ത് വേണം? ഒരു അതോറിറ്റി വേണം. അപ്പം ഈ സൊസൈറ്റിയിലുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്തു? ഈ സൊസൈറ്റിയിലുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്തു? ഒരു അതോറിറ്റി ഫിഗറിനെ എന്ത് ചെയ്തു? സെലക്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഇവരെല്ലാരും കൂടെ എന്ത് ചെയ്തു? ഒരു സോഷ്യൽ കോൺട്രാക്റ്റിൽ എന്ത് ചെയ്തു? എഗ്രി ചെയ്തു. എന്താ സോഷ്യൽ കോൺട്രാക്ട്? അതായത് നിങ്ങളെ ഞങ്ങൾ എന്ത് ചെയ്തു? ലീഡറാക്കി. ഓക്കെ, നിങ്ങൾക്ക് ഞങ്ങൾ എന്ത് ചെയ്യാം? ഗവേൺ ചെയ്യാം. ഓക്കെ, നിങ്ങൾ പറയുന്ന റൂൾസും ലോസും റെഗുലേഷൻസ് ഒക്കെ എന്ത് ചെയ്യാം? ഞങ്ങൾ ഫോളോ ചെയ്യാം. പക്ഷേ നിങ്ങൾ എൻഷുർ ചെയ്യണം ഞങ്ങളുടെ ലൈഫും റൈറ്റ്സും പ്രോപ്പർട്ടീസും പ്രൊട്ടക്ട് ആണെന്ന് എന്ത് ചെയ്യണം? നിങ്ങൾ എൻഷുർ ചെയ്യണം. ഓക്കെ, സോ as long as government come up with any rules, laws and regulations to protect life, liberty and property, okay, that can be considered to be what? Ethical in nature. ഇതാണ് എന്ത്? കോൺട്രാക്ടറിയൻ സ്കൂൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇംപ്ലിസിറ്റ് ആയിട്ട്, അതായത് നമ്മളൊരു ഇന്ത്യൻ സിറ്റിസൺ ആകുമ്പോൾ നമ്മൾ ഗവൺമെന്റുമായിട്ട് എന്ത് ചെയ്യാണ്? ഇംപ്ലിസിറ്റ് ആയിട്ട് ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യാണ്. ഞാൻ എൻ്റെ ചില ഫ്രീഡംസ് സറണ്ടർ ചെയ്യാം. ഞാൻ ഗവൺമെന്റ് പറയുന്ന റൂൾസ്, ലോസ്, റെഗുലേഷൻസ് എന്ത് ചെയ്യാം? ഫോളോ ചെയ്യാം. പ്രൊവൈഡഡ് ഗവൺമെന്റ് എന്ന് എൻഷുർ ചെയ്യണം എൻ്റെ റൈറ്റ്, ലിബർട്ടി ആൻഡ് പ്രോപ്പർട്ടി എന്ത് ചെയ്യണം? പ്രൊട്ടക്ട് ചെയ്യണം. അതിനു വേണ്ടി ഗവൺമെന്റ് കൊണ്ടുവരുന്ന എന്ത് ലിമിറ്റേഷൻസും ഞാൻ ഫോളോ ചെയ്യാൻ വേണ്ടി എന്താണ്? തയ്യാറാണ്. അങ്ങനെ ഫോളോ ചെയ്യുന്ന ലോസും റൂൾസും റെഗുലേഷൻസും എന്താണ്? എത്തിക്കലാണ്. മനസ്സിലായി? അതാണ് എന്ത് പറയുന്നത്? കോൺട്രാക്ടറിയൻ സ്കൂൾ പറയുന്നത്. അങ്ങനെ നമ്മൾ എന്ത് കറക്റ്റ് ചെയ്യുന്നു? എന്ത് കണക്ട് ചെയ്യാണ്? Why following the laws of a land is actually what? Ethical in nature. Why following the
laws of a land is so an ethical person follows what? The just laws of the land. Why should he follow it? As per the contractarian school. As per what? Contracting school. അതായത് ഗവൺമെന്റ് കൊറോണ ലിമിറ്റേഷൻസ് കൊണ്ടുവരികയാണ്. നമ്മൾ ഫോളോ ചെയ്യണോ? ഫോളോ ചെയ്യണം. ഫോളോ ചെയ്യുന്ന എത്തിക്കൽ ആണോ? ആണ്. കാരണം ഗവൺമെന്റ് അത് കൊണ്ടുവരുന്നത് എന്താണ്? ലൈഫ്, ലിബർട്ടി ആൻഡ് പ്രോപ്പർട്ടി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. സോ ആസ് പെർ കോൺട്രാക്ടറിയൻ സ്കൂൾ, what becomes established standard? The contract or the just laws that is set by the government becomes what? Okay. ഇനി ഗവൺമെന്റ് നമ്മളെല്ലാരെയും കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു എന്നിരിക്കട്ടെ. അല്ലെങ്കിൽ ഗവൺമെന്റ് ഇഷ്ടമുള്ള ഒരു കമ്മ്യൂണിറ്റിനെ മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. അങ്ങനെ ഒരു ലോ നമ്മൾ ഫോളോ ചെയ്യണോ? വേണ്ട. കാരണം കോൺട്രാക്ടർ പ്രകാരം എൻ്റെ ലൈഫ്, ലിബർട്ടി, പ്രോപ്പർട്ടി ആരാ പ്രൊട്ടക്ട് ചെയ്യണ്ടേ? ഗവൺമെന്റാ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അത് വയലേറ്റ് ചെയ്യുന്ന ഏത് ലോയും എന്താണ്? അൺജസ്റ്റ് ആണ്. അതെന്താണ്? അൺഎത്തിക്കലാണ്. അത് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. ഐ ഹാവ് ദ റൈറ്റ് ഓഫ് വാട്ട്? റവല്യൂഷൻ. ഐ ഹാവ് ദ റൈറ്റ് ഓഫ് വാട്ട്? റവല്യൂഷൻ. ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ അടുത്ത് വന്നു. ബ്രിട്ടീഷ് ഗവൺമെന്റ് പറയുന്നത് നമ്മൾ ഫോളോ ചെയ്യണോ? കാരണം ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇസ് നോട്ട് പ്രൊട്ടക്ടിങ് വാട്ട്? അവർ ലൈഫ്, ലിബർട്ടി ആൻഡ് പ്രോപ്പർട്ടി. ഫോർ എക്സാമ്പിൾ, കുറെ നമ്മുടെ പ്രസ് ആക്ട് ഒക്കെ ഇല്ലേ, വെർനാക്കുലർ പ്രസ് ആക്ട്, സോൾട്ട് മാർച്ച്, ഓക്കെ, നമ്മുടെ സോൾട്ട് ആക്ട്, ഇതൊക്കെ എന്താണ്? ലൈഫ്, ലിബർട്ടി, പ്രോപ്പർട്ടി പ്രോമിസ് ചെയ്ത സോഷ്യൽ കോൺട്രാക്ട് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നില്ല? ഫോളോ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ നിയമം ഫോളോ ചെയ്യണോ? ഫോളോ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ദേ ആർ വാട്ട്? അൺജസ്റ്റ് ലോസ് ദാറ്റ് ആർ വയലേറ്റിംഗ് വാട്ട്? social conduct. Those laws itself are what? Unethical in nature. So that is regarding what? The contractarian school. Okay. So with that we have completed what? Normative ethics. Okay. So virtue ethics, what is the norm? Good character is the norm. Utilitarian approach, best consequence is the norm. Deontological approach, duty is the norm. Justice approach, fairness is the norm. Ethics of care, love and compassion is the norm. Contractarian school, contract is the norm. Okay. So I think we'll end here. Okay. Since today was an intense class, tomorrow we'll start with what? We'll start with descriptive ethics and applied ethics. അതെല്ലാം കൂടെ എനിക്കൊരു 15 മിനിറ്റ് മതി. Then we'll go into what? Determinants and consequence of ethics and ethics in private and public life. നമ്മളൊരു 1 hour കൂടെ കഴിയുമ്പോൾ ഈ ചാപ്റ്റർ നമ്മൾ തീർക്കും. Tomorrow we'll also start a very small chapter called human values. എന്തോ? ഹലോ. പ്രിൻസിപ്പിൾ ഓഫ് ഓട്ടോണമിയുടെ ഒരു കാര്യം സാറ് പറഞ്ഞായിരുന്നു. സാർ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ട് ഒന്നും കൂടി പറയാമോ? അതല്ലേ ഞാൻ, അത് വേണ്ടാത്തത് കൊണ്ടല്ലേ ഞാനിവിടെ ഇടാതിരുന്നത്. നമ്മളത് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ പഠിക്കും. മോറൽ തിങ്കേഴ്സ് ആൻഡ് ഫിലോസഫേഴ്സ് എന്നൊരു ടോപ്പിക് ഉണ്ട്. ആ ടോപ്പിക്കിനകത്ത് നമ്മൾ ഇമ്മാനുവൽ കാന്റിനെ വീണ്ടും എടുക്കും. അപ്പൊ എന്ത് ചെയ്യാം? ഞാൻ അതൊന്നും കൂടെ പറഞ്ഞുതരാം. ഓക്കെ. സാർ ഇമ്മാനുവൽ കാന്റിന്റെ കാര്യം പറഞ്ഞപ്പോ ഇപ്പം പറയുന്ന ഞാൻ വിചാരിച്ചത്. എന്തോ? ഇമ്മാനുവൽ കാന്റിന്റെ ഇപ്പൊ ഒരു കേസ് പറഞ്ഞായിരുന്നു. അപ്പൊ ആ സമയത്ത് പറയുന്ന ഞാൻ വിചാരിച്ചത്. ഇല്ല, മോറൽ തിങ്കേഴ്സ് എന്ന ചാപ്റ്റർ എടുക്കുമ്പോൾ ഞാൻ ഇതൊന്നും കൂടെ വരും. അപ്പൊ ഞാൻ ഈ കോൺസെപ്റ്റ് ഒന്നും കൂടെ പറയാം. താങ്ക് യു സർ. ഓക്കെ.